ശ്രീപരീക്ഷിത്ത് ചോദിക്കണില്ലേ ശ്രീശുഖ ബ്രഹ്മർഷിയോട്, എന്തൊരത്ഭുത ശ്രീശുഖ ബ്രഹ്മർഷി ആ അമ്മയ്ക്ക് കിട്ടിയ ഭാഗ്യം. എത്ര ആളുകളാ മാറി 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 വന്ന് മാറും, ഞാൻ പറയട്ടെ അപ്പോഴേക്കും മാറൂ, ഞാൻ പറയട്ടെ. ഭാഗവത കഥകള്, ഭഗവാന്റെ കഥകള് പറയാനായിട്ട് വരുന്ന ആളുകളുടെ തിക്കും തിരക്കും. നമുക്കിവിടെ ഭഗവാന് വനമാല അണിയത്തുള്ള മോനെ ഭഗവാന്റെ കഥകൾ പറയുന്ന ആളുകൾ മാറി 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 പറയാ ഭഗവാനെ വനമാതിയാക്കി അനുഗ്രഹിക്കുകയാണ്. പലതരം മാലകള്, പലതരം പൂക്കള്, എത്ര അണിയക്കത്ര തീരമില്ല, പിന്നെയും വന്നുകൊണ്ടേയിരിക്കണം. അതാണ് ഭഗവാൻ വനമാല അണിഞ്ഞ് സന്തോഷിക്കുന്നത്. അപ്പോൾ യശോദയ്ക്ക് വേണ്ടി പ്രത്യേകം ചില വനമാലകളെ ഭഗവാൻ അണിയിക്കുന്നുണ്ട്. അതിപ്പോൾ പറഞ്ഞു കഴിയത്തില്ല ശ്രീശുഖനാണ് പരീക്ഷത്തിന് തോന്നിയപ്പോൾ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്തൊക്കെ മകരോൾ ബ്രഹ്മശ്രേയ ഏവം മഹോദയം യശോദാച മഹാഭാഗ പവൗ യസ്യാസ്ഥലം ഹരി നളപുരുഷിത്വ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. അനുഭവപ്പെട്ടാലായി. ഇത് കാണാം. ശ്രീശുഖ ബ്രഹ്മർഷി പറയുന്നത് കന്തണം ഏതന ഗൃഹദാസീഷു യശോദാസിരെ കർമാന്തരനിയത്രാസു നിർമ്മമന്ധ സ്വയം വധൈ. യശോദ ഉണ്ണി ഏതായാലും ഉണങ്ങിട്ടില്ല, എന്നാ ഇന്ന് കുറച്ചധികം തൈര് കടയാനുണ്ട്, എന്നാ അതങ്ങോട്ട് കടന്നു വെച്ചേക്കാം, ഉണ്ണി അറിഞ്ഞു നടന്നതിന് മുമ്പേ വിചാരിച്ച് രാധതാ ഉണ്ണിയെ കുളിപ്പിക്കാനുള്ളതൊക്കെ തയ്യാറാക്കി വെച്ചു. ഉണങ്ങി വരുമ്പോൾ കൊടുക്കാനുള്ള പാലാറെണ്ണ ഒക്കെ ഉണ്ട്. കുറച്ച് അടുപ്പത്ത് വിളിച്ചു. അടുക്കളയിലേക്ക് നോക്കിയാൽ അങ്ങനെ കാണാം. അങ്ങനെ പഴയ തറവാടുകളിലൊക്കെ കിഴക്കുനീ തെക്കിനീ വടക്കിനീ ഒക്കെ ഉണ്ടല്ലോ, അവിടുന്ന് ശ്രദ്ധിക്കാൻ അടുക്കളയിലേക്ക്. അങ്ങനെ ഇരുന്ന് തൈര് കലക്കുമ്പോൾ അമ്മ ഭഗവാനും കുറച്ചധികം പണിയുള്ള ദിവസം തീരുമാനിച്ചിട്ടുണ്ട്. അമ്മയെ പ്രത്യേകമായിട്ടൊന്ന് അനുഗ്രഹിക്കണം. അമ്മയ്ക്കിപ്പോൾ ഈ ഗോപസ്ത്രീകളുടെ അടുത്തൊക്കെ ഇത്രയും വികൃതി കാണിക്കുന്നുണ്ട്, മുഴുക്കൻ അത്രയ്ക്കൊന്നുമില്ലേ എന്നാ തോന്നുന്നത്. എന്നാൽ കാണിച്ചു കൊടുത്തേക്കാം ഏകത. അതിൽ നിന്നൊരു ദിവസം ഭഗവാൻ കണ്ടുപിടിച്ചോ അമ്മ തൈര് കലക്കുന്ന അച്ഛ കേട്ടാണ് അമ്മ അവിടുന്ന് ഉണർന്നത്. മറ്റേതല്ല, ഇവങ്ങളും പറയണ പോലെ വത്സജാഗ്രഹി വിഭാതമാഗോപം ഉണ്ണീ ഉണരുണരോ വിളിച്ചായിരോ ഇന്നങ്ങനെ കിടന്നുറങ്ങിയാൽ പറ്റുമോ? അച്ഛനൊക്കെ ഇപ്പോൾ വരും. അപ്പൊരു മാമൻ കണ്ട അച്ഛൻ്റെ ഒപ്പം എന്നിട്ട് എണീക്കോ കുളിക്കോ, അമ്മ കുളിപ്പിച്ച് അച്ഛൻ്റെ അടുത്ത് ഇരുത്താം എന്നൊക്കെ പറഞ്ഞ് ഉണർത്തിക്കൊണ്ടുവരികയാണ് സാധാരണ പതിവ്. ഇന്ന് ഏതായാലും ഉന്നെ ഉണർന്നിട്ടില്ലെങ്കിൽ നന്നായി കിടന്നുറങ്ങട്ടെ കുറച്ചു നേരം കൂടി എന്ന് വിചാരിച്ച് യശോദ തൈര് കലക്കാനിരുന്നു. പരീക്ഷത്തെ അന്ന് ഭഗവാൻ പ്ലാൻ ചെയ്ത് ഒരു പ്രത്യേക അനുഗ്രഹം ഇസബയ്ക്ക് വിരിത്തു. അത് ചെറുക്കി പറയാറുണ്ട്. 2 വരി ഭാമം കൊണ്ടമ്മ പിടിച്ചോ തളച്ചപ്പോൾ ദാമോദരനായി നിന്നു ഗ്രഹ്ണാസരി. അതാണ് യശോദയ്ക്ക് ഭഗവാൻ കൊടുത്ത പ്രത്യേക അനുഗ്രഹം. ഇമ്മവും കേൾക്കും. അത് തൻ്റെ വരികളിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഗോവിന്ദ ദാമോദര മാധവ. ആ ദാമോദരൻ എന്നുള്ള പേര് നടുക്ക വെച്ചു. ഈ ഗോവിന്ദനാമം മാധവനാമം ഒക്കെ വരാൻ കാലൊക്കെ അത്ര കേൾക്കാം. ഇപ്പോ ദാമോദര എന്ന നാമത്തിൻ്റെ പ്രത്യേകതയാണ് ശ്രീശുഖൻ പരീക്ഷത്തിന് പറഞ്ഞിട്ട് പറഞ്ഞത്. യശോദാച മഹാഭാഗ. യശോദയ്ക്ക് ഇത്ര ഭാഗ്യം എവിടെ കിട്ടാൻ തന്നെയാ? ആ അമ്മയുടെ കൈകളും പ്രേമത്തിൻ്റെ 1000 ചുറ്റുകളെ കൊണ്ട്, അല്ലെങ്കിൽ കോടാനുപാടി ആലങ്കരെ കൊണ്ട് ഉണ്ണിയെ മൂടിക്കെട്ടിയിരിക്കുക. അതാണ് ദാമോദരൻ്റെ ഗീത. യശോദാന പ്രേമപാക്ഷം കൊണ്ട് കെട്ടിൽപ്പെട്ട പോലെ നിന്ന കഥ. ലോകത്ത് ആർക്കും പിടിച്ചു കിട്ടാൻ പറ്റാത്ത എന്ന പേരിൽ ഇപ്പോ തെറ്റ് നിന്നത്. അമ്മ തൈര് കേൾക്കുന്ന ശബ്ദം കേട്ട് ഭഗവാൻ വന്നപ്പോഴോ
യശോദയ്ക്ക് എന്ന് ചിരി വന്നു. എന്താ അത്? കട്ടിലും നിന്ന് സ്വയം താഴെ ഇറങ്ങി നോക്കുമ്പോൾ പട്ടാളം കാണാനില്ല. എത്തി ഇന്ന് പട്ടുവണം കട്ടിലും നിന്ന് എടുത്ത് തിരികെ നോക്കുന്നുണ്ട്. അത് ഉടുക്കാൻ വശമല്ല. അത് പകുതി തിരക്ക് 2 നേരമായിട്ടാണ് ഇപ്പം അമ്മയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. അമ്മ കുറച്ചു നേരമെങ്കിലും നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴാ അമ്മ തന്നെ ശ്രദ്ധിക്കാണ്ടിരിക്കുക. കൽപ്പിച്ചു കുട്ടിയത് മനസ്സിലായി. കടകോലുമ്മ കയറി പിടിച്ചു. കൈ തരിച്ചു. പിന്നാക്കെടുത്തു. രണ്ടാമതും പിടിച്ചപ്പോൾ ഉണ്ണിക്ക് വേദനയാകരുത്. യശോദ ആദ്യം കണ്ടില്ല എന്നുറച്ചു വരയ്ക്കുക അറിഞ്ഞു. പിന്നെ വരിക്കാനായി ശക്തി കുറച്ചു. ഉണ്ണി കടകോല് താൻ പിടിച്ചു നിർത്തി. എന്നാ ഈ സന്തോഷം കുറച്ച് വന്ന് അമ്മയുടെ മടിയിലേക്ക് തോന്നി. കടകോല പിടിച്ചു നിർത്തി. അപ്പോൾ കഴിഞ്ഞോ വേഗം യശോദ ഒക്കെ വിട്ടു ഉണ്ണിയെ മടിയിലെടുത്തു വെച്ച് നല്ലോണം അങ്ങോട്ട് അമ്മിഞ്ഞ് കൊടുത്തു. രാവിലെ അമ്മിഞ്ഞ് കൊടുക്കാൻ വൈകിയിരിക്കുന്നു യശോദയ്ക്കും ഉള്ളൊക്കെ കുടിക്കാനും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എന്ത് പറ്റി? ശിശുവൻ വരാ അടുപ്പത്ത് വെച്ച പാല് പതഞ്ഞു പോകുന്ന ശബ്ദം കേട്ടു. നോക്കി അയ്യോ ഉണ്ണി അമ്മ ഇപ്പോൾ വരാം, വേഗം അമ്മിഞ്ഞ് കുടിക്കണേൻ്റെ ഇടയ്ക്ക് ഉണ്ണിയെ മതിയാവാത്ത കോസ്മെറ്റിക് ഉണ്ണി അവിടെ അടുത്ത് അങ്ങോട്ട് പോയി. അവിടെ വേഗം പാല് വാങ്ങി വെച്ച് ഇവിടെ വന്നപ്പോഴേക്കും ശിശുവൻ പറയാ അന്ന് ഉണ്ണിക്ക് ഇത്തിരി ദേഷ്യം വന്നു. ഞാൻ അമ്മിഞ്ഞ കുടിക്കണേനിടയ്ക്ക് അമ്മ അന്ന് വടിയിച്ച പോരെയോ കാണിച്ചു കൊടുക്കാൻ ഞാൻ എന്നായി ഉണ്ണിയുടെ തോന്നല്. നോക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ശിശുവൻ പറയുന്നു സഞ്ജാത കോപ പുരിതാരുനാഥരൻ സന്ദശ്യദി ബുദ്ധിമന്തഭാതനം തത്വാ. ദേഷ്യം ഇവിടെ വന്നിട്ട് 4 പാട് നോക്കി. അവിടെ ഒരു കുഞ്ഞിക്കല്ലിരിക്കുന്നുണ്ട്. അമ്മിക്കുട്ടി എന്ന് പറയാറുണ്ട്. അമ്മിക്കുട്ടി എങ്ങനെയായാലും ചെറുതാവൂലോ. വലിയ അമ്മിയും ചെറിയ അമ്മിക്കുട്ടിയും. ആ ചെറിയ അമ്മിക്കുട്ടി കഷ്ടിച്ചെടുത്ത് ദർഭിമന്ധഭാജനം ഭിത്വ പൊട്ടട്ടെ എന്നുള്ള മറ്റിൽ അങ്ങോട്ട് ഇട്ടു തയർക്കലത്തെനിക്ക്. അപ്പം കടകോല അതിലുണ്ടായിരുന്നു. അത് അപ്പുറത്തേക്ക് വീണിരിക്കുന്നു. അപ്പോഴാ പട്ടേരിപ്പാട് പറയണത് എൻ്റെ ഗുരുവായൂരപ്പ ഈ കല്ലൊന്നും ഇഷ്ട എറിയണ്ടായിരുന്നു. ദൃഷദശ്മനാ അതിൽ ദധിമന്ധഭാജനം അതിനുള്ള കടകോലത്തിരി അതുകൊണ്ട് അടിച്ചാൽ മതിയായിരുന്നു. എന്നാ പട്ടേരി ഞാൻ രണ്ടും ചെയ്തു എന്ന് നാരായണീയത്തിൽ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അല്ലാണ്ട് എന്താ ചെയ്യുക? അന്ന് അബദ്ധം പറ്റിയെങ്കിൽ പട്ടേരി തിരുത്തുമ്പോൾ അത് ശരിയാന്ന് തോന്നിയാൽ സമ്മതിക്കാണ്ട് പറ്റുമോ? കരിങ്കല്ലുകൊണ്ട് എറിഞ്ഞു. പോരാഞ്ഞിട്ട് കടകോലെടുത്ത് പൊട്ടട്ടെ എന്നും പറഞ്ഞ് വലിയ കഷ്ണങ്ങളൊക്കെ പിന്നെ പൊട്ടിച്ചു. ഉണ്ണി തയർക്കല്ല് പൊട്ടിക്കേണ്ട യശോദയെ എന്ന് വന്ന് പറഞ്ഞ അവലാദിക്കാർക്കൊക്കെ ബോധ്യമാവട്ടെ യശോദയ്ക്കും. യശോദ ഇവിടെ വന്നപ്പോൾ ഉണ്ണിയും കാണാനില്ല, തയർക്കലത്തിലായിരുന്ന വെണ്ണയും കാണാനില്ല. അത് ഉണ്ണി വാരിയെടുത്തു. വേറൊരു കലത്തോടു കൂടി അങ്ങനെ മുറ്റത്ത് പോയി. അവിടെ ഒരു ഉരലുണ്ട്, അതുമ്മ കയറി ഇരുന്നു. ഉരലിൻ്റെ കുഴിയിലേക്ക് ഈ തയർക്കലവും വെണ്ണക്കലവും വെച്ച് പിന്നെ ഒപ്പമുള്ള കുരങ്ങന്മാർക്കും പൂച്ചക്കുട്ടികൾക്കും ഇട്ട് കൊടുക്കുക. നല്ലൊരു രംഗമാണ് ശിശുവൻ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. യശോദ വന്നപ്പോൾ മനസ്സിലായി, ഉണ്ണി അമ്മോട് ശുണ്ഠി എടുത്ത് തയർക്കലം പൊട്ടിച്ച് മുറ്റത്തുനിന്ന് കോലാഹലം കേൾക്കാണ്ട് അവിടെ ഉണ്ട്. കുരങ്ങ കുട്ടികളും പൂച്ചക്കുട്ടികളുമാണ് അധികം. ഗോപന്മാർ ഓരോരുത്തരായിട്ട് വരണേന്നു രാവിലെ കളിക്കാൻ. അപ്പോഴേക്കൊക്കെ കഴിഞ്ഞിരിക്കണു. അത് കുഴിയിരിക്ക് മടിയിരിക്ക് വെച്ച വെണ്ണക്കലത്തുനിന്ന് ദൂരേക്ക് ഇങ്ങനെ പൂച്ചക്കുട്ടികൾക്കും കുരങ്ങൻ കുട്ടികൾക്കും ഇട്ട് കൊടുക്കുക. ദൂരേക്ക് അല്ലെങ്കിൽ അവർ വാങ്ങി തിന്ന് മേത്ത് കയറും. അതാണ് ദൂരേക്ക് എറിഞ്ഞു കൊടുക്കുന്നത്. യശോദ വന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. ഉളൂഖലാഘ്രേരുപരി വ്യവസ്ഥിതം മർക്കായ കാമം ദദം ശുചിസ്ഥിതം ഹയ്യംഗവം. അതിൻ്റെ ഇടയ്ക്ക് യശോദയ്ക്ക് അതാ സന്തോഷമായത്. ചൗര്യവിശങ്കിത യക്ഷണം അമ്മ വരുണ്ടോ എന്നെ പിടിക്കാൻ എന്നുള്ള തിരിഞ്ഞുനോട്ടവും കൂടി ആയപ്പോൾ പരീക്ഷിത്തെ അമ്മയ്ക്ക് നിക്കക്കള്ളി രണ്ടായി. വേഗം എങ്ങനെ അപ്പം വരെ ഒന്ന് ശിക്ഷിക്കുക? ഗോപികൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ശിക്ഷിക്കാറില്ല യശോദേ, നിൻ്റെ അടുത്ത് വന്ന് പറയേ പതിവുള്ളൂ. അവർ ശിക്ഷിച്ച പറഞ്ഞില്ലേ, അവർക്ക് അതിൻ്റെ ആ ദേഷ്യം മാറണ നന്നായേ ഉള്ളൂ. ഉണ്ണിക്ക് അങ്ങനെ വേണമെന്ന് തോന്നാനൊന്നും ഉണ്ടാവാറില്ല. പിന്നെ എന്താ ചെയ്യുക? പിന്നെ പറഞ്ഞില്ലേ, നമ്മൾ കേട്ടില്ലേ, അവരുടെ കണ്ണിലേക്ക് പാലൊഴിച്ച് തുപ്പി. ആവലാതി പറയേ വേണ്ടേ, കണ്ണിലത്തെ ദണ്ണം മാറിയെന്ന് സന്തോഷം പറയേ വേണ്ടേ, നിശ്ചയില്ലാണ്ടാക്കുക ചെയ്തത്. അപ്പോൾ ഒന്നും പറയാൻ നിർത്തിയില്ലാത്ത അവസ്ഥയാണ്. യശോദ വന്നപ്പോൾ കുരങ്ങന്മാർക്ക് ഇട്ടുകൊടുത്ത് അമ്മ വരുന്നുണ്ടോ നോക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെ നോട്ടം കണ്ടു. അമ്മ വരുന്നുണ്ട്,
നിശ്ചയിച്ചുകൊണ്ട് യശോദ ചെന്നത്. പിടിക്കാൻ കിട്ടുമോ? യോഗിനാം ക്ഷമം പ്രവേഷ്ടും തപസേരിതം മന. ഭഗവാനെ പിന്നാലെ നടന്നാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അവിടുന്ന് കാരുണ്യം കൊണ്ട് ദാ പിടിച്ചോളൂ അമ്മേ എന്ന് പറയണം. അത് അമ്മയ്ക്കായാലും അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് കാണിച്ചു. ഇവിടെ നിന്ന് കൊടുത്തു. ഇവിടെ വാ, പിടിച്ചു കൊണ്ടുവന്ന് ദേ ഇവിടെ നിൽക്കണം, അമ്മ നിന്നെ കെട്ടിയിടാൻ പോവാ, വേണ്ട അമ്മയെന്നൊക്കെ പറയണ്ടേ. യശോദ പോയിട്ട് ധാരാളം തൈര് കളഞ്ഞ പഴയ ചരടുകൾ അവിടെ ഉണ്ട്. അത് 1-2 കൊണ്ടുവന്ന് ഒരടുമ്പിൽ കെട്ടി ഉണ്ണിയുടെ വയറ്റത്തേക്ക് കേൾക്കുമ്പോൾ അങ്കുലോനമാക്കും. 2 വിരൽ പോരാ. ഇവിടെ നിൽക്കൂട്ടെ ഉണ്ണി. പിന്നെയും കൊണ്ടുവന്നു പരീക്ഷിത്തെ. എത്ര 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 ചരടുകൾ കൊണ്ടുവന്ന് കിട്ടിയാലും കൃത്യം ഭഗവാന്റെ ലീല. ദ്വ്യങ്കുലോനം. ഇത് അമ്മയെ പഠിപ്പിക്കലാണോ ഭാഗവതം ചോദിക്കൂ, നമ്മളോട് പറയലാണോ? എത്ര 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 തവണ നമ്മൾ ഭക്തി ഉണ്ടാക്കി തരണേ, ഭഗവാൻ ഈ നാമം ജപിക്കാറാക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചാലും അതിനൊരു പൂർണ്ണ കൃതാർത്ഥത നമുക്ക് പലപ്പോഴും വരണില്ല. ദ്വ്യങ്കുലോനം. ഏതോ 2 വിരലിൻ്റെ പോരായ നമുക്കൊക്കെ ഉണ്ട്. അത് ഭഗവാൻ വിചാരിക്കണം പൂർണ്ണമാവട്ടെ എന്ന്. അത് നല്ലോണം ഇങ്ങനെ ലോകത്തിന് പരീക്ഷിത്തെ ഈ ബാലലീലയിലൂടെ ഭഗവാൻ കാണിച്ചു കൊടുത്തു. യശോദ തളർന്നു. സ്മയന്തി വിസ്മിത. അതെന്തത് കൊണ്ടുവരുന്ന ചരടൊക്കെ നോക്കിയിട്ട് ഉണ്ണിയുടെ വയറ്റത്തെത്തുമ്പോൾ 2 വിരൽ പോരാണ്ട് വരുന്ന എങ്ങനെയത് വലിച്ചു നോക്കണ്ട. എവിടെ ഭഗവാൻ ഒന്നും അറിയാത്ത പോലെ കെട്ടിക്കൊള്ളൂട്ടോ അമ്മേ. അവസാനം പരീക്ഷിത്ത് ചോദിച്ചു, കെട്ടാൻ പറ്റിയില്ലേ? അയ്യോ, അങ്ങനെ ഭഗവാൻ ചെയ്യോ? യശോദ പ്രേമബദ്ധസ്യ. യശോദയുടെ പ്രേമം ചേർന്നപ്പോൾ കൃത്യമായിട്ട് കെട്ടിപ്പെട്ടു. ഉണ്ണി ഓടിപ്പോകരുത്, ഇവിടെ തന്നെ ഇനി വികൃതി കാണിക്കാൻ നിൽക്കണം. അതിനാ അമ്മ കെട്ടിയിട്ടൊന്ന് കാണിച്ചത് വയറിന് വേദനയാവും വലിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് യശോദ കണ്ണും തുടച്ച് കെട്ടിയിട്ടൂടെ പോയി. ബാക്കിയുള്ള ഗോപികളൊക്കെ യശോദയെ പറ്റില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരാൻ കയറ്. അവർ കൊണ്ടുവരുന്ന കയറുകൊണ്ടുണ്ടോ കെട്ടാൻ പറ്റുന്നു? യശോദയുടെ പ്രേമം കൊണ്ട് തന്നെ പരീക്ഷിത്തെ ഉണ്ണി കെട്ടിയിട്ടു. യശോദ അകത്തേക്ക് പോയി. യശോദ അവരോടൊന്നും മിണ്ടാതെ അകത്തേക്ക് പോയപ്പോൾ ഗോപികൾക്കും തോന്നി ഇവിടുന്ന് പോവുക. അപ്പം ഭേദം യശോദയോട് രോഗ്യം ചോദിക്കാൻ നിൽക്കണ്ട, ആകെ ക്ഷോഭിച്ചിരിക്കുന്നു. ഗോപസ്ത്രീകൾ ഓരോരുത്തരായിട്ട് പോയി. ഭഗവാൻ ഗോപസ്ത്രീകളുടെ ഒപ്പം വന്ന ഗോപന്മാരോട് പറഞ്ഞു, നമുക്ക് ആനയായി കളിക്കാം. കൃഷ്ണനൊരു മാറ്റമില്ല. വേഗം ഗോപന്മാരെ കൊണ്ട് ഒരെണ്ണം ചരിച്ചു വെച്ചു. ആന തടി വലിക്കുക. നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വടിയൊക്കെ കൊണ്ടുവരും. ഓരോരുത്തർ ഈർക്കിരിയും വലിയ വടിയൊക്കെ ആനക്കാരന്മാരായിട്ട് ഇവിടെ വാനെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നടക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഭഗവാൻ നോക്കുമ്പോൾ നാരദൻ പറഞ്ഞ ആ 2 മരങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നത് അല്ലേ? എന്നാ അതിപ്പോൾ അങ്ങോട്ട് കഴിച്ചേക്കാം. അവർക്ക് മോക്ഷം കൊടുക്കണമെന്ന് പണ്ട് നാരദൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. നളഗോപുരമണിഗ്രീവന്മാരുടെ മക്കളാണ്. നളഗോപുരമണിഗ്രീവന്മാരാണ് വൈശ്രവണൻ്റെ മക്കളാണ്. മഹാ അഹങ്കാരികളായിരുന്നു. പണ്ട് നാരദനെ അപമാനിക്കാൻ ശ്രമിച്ചവരാണ്. ഇപ്പോൾ കഷ്ടിച്ചവർ അന്നത്തെ വൈശ്രവണൻ്റെ പ്രാർത്ഥന പ്രകാരം മരങ്ങളായിട്ട് വൃന്ദാവനത്തിൽ നിൽക്കുക. നോക്കൂ, ഭഗവാന്റെ കൈ കൊണ്ടുള്ള സ്പർശം ഏൽക്കാൻ ഭാവത്തിന് ആ നിച്ചത്തെ മരങ്ങളാക്കി. വേറെ വല്ല കാട്ടുകൂട്ടത്തിലായിരുന്നെങ്കിലോ. അപ്പോൾ അത് അനുഗ്രഹമാണ്. ഭഗവത്തിൽ പ്രത്യേകം അത് എടുത്തു പറയുന്നുണ്ട്. നാരദൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ തിരുമുമ്പിൽ അവിടുത്തെ ഈ മുട്ടുകുത്തിക്കളിയും പൈക്കുട്ടികളുടെ വാല് പിടിച്ചുള്ള ഓട്ടവും ഗോപന്മാരോട് കൂടിയുള്ള മണ്ണുവാരിയുള്ള കളിയും ഒക്കെ കാണാൻ സാധിക്കണമല്ലോ എന്ന മരങ്ങളാണ്. മിണ്ടാൻ വയ്യ. വെറുതെ കണ്ണീര് ഓരോ ഇലകളിൽ നിന്നും കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് അവർ നിൽക്കണുണ്ട്. ഭഗവാൻ പ്രിയരും ദേവരുഷിർമയ പ്രിയതമ യതിമോ ധനദായോ തഥാ സാധയിഷ്യാവി. ധനദൻ വൈശ്രവണൻ. പണ്ട് ധ്രുവമൻ എന്ന ഉണ്ണി വൈശ്രവണൻ്റെ മക്കളെ കൊന്നു എന്നും പറഞ്ഞ് മുത്തച്ഛൻ വന്ന് ശാസിച്ചിട്ടുണ്ട്. ഉണ്ണിയുടെ ഒരു അരിയന് വേണ്ടി, ഉത്തമന് വേണ്ടി ഉത്തമനെ കൊന്നു എന്നും പറഞ്ഞു. ഉണ്ണിപ്പോൾ എത്ര വൈശ്രവണൻ്റെ ആളുകളെ കൊന്നത്? ഇവിടെ ഒരു ഉണ്ണിക്ക് വേണ്ടി അവിടെ അനവധി ഉണ്ണികളെ കൊന്നിട്ട് ഇത് ശരിയാന്ന് തോന്നുന്നുണ്ടോ? മുത്തച്ഛനാ പറയണേ, യുദ്ധം നിർത്തൂ. മുത്തച്ഛൻ പറഞ്ഞപ്പോൾ വേഗം യുദ്ധം നിർത്തി വൈശ്രവണനെ കാക്കൽ വീണ് നമസ്കരിച്ചു. അന്ന്
എന്തായി? ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ്റെ കണ്ണിൽ നിന്ന് രണ്ടിറ്റ് കണ്ണീര്. എന്താ അത്? ധ്രുവനെ പോലെ ഒരു ഉണ്ണി എനിക്കുണ്ടായില്ല. സജ്ജനങ്ങളെ വികൃതി കാണിച്ച് ദ്രോഹിക്കുന്ന 2 മക്കളാണ് എനിക്കുള്ളത്. അവരെ പറ്റുമെങ്കിൽ ഒന്ന് ഇരയാക്കണേ. നാരദ മഹർഷേ, ധ്രുവനെ അനുഗ്രഹിച്ച അവിടുത്തെ 2 കൈകൾ എൻ്റെ ഈ വികൃതി കുട്ടികളുടെ, തെമ്മാടിക്കുട്ടികളുടെ തലയിലും ഒന്ന് അവിടുന്ന് വെച്ച് അനുഗ്രഹിക്കതേ. നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ്റെ ദുഃഖം ഭാഗവത കണ്ടെത്തിയിരിക്കണു. എന്നിട്ട് എന്താ പറയണത്? എൻ്റെ കുട്ടികളെ അവിടുന്ന് ഒന്ന് നേരെയാക്കണേ. ഏതെങ്കിലും ഒരു സജ്ജന സംസർഗം എൻ്റെ കുട്ടികൾക്ക് കിട്ടിയിരുന്നെങ്കിൽ. അത് കിട്ടി. ആ വൈശ്രവണൻ്റെ മക്കൾക്ക് നാരദൻ ചെന്ന് പാകത്തിന് മരങ്ങളായി നിൽക്കും വൃന്ദാവനത്തിൻ്റെ മിറ്റത്ത് എന്ന് പറഞ്ഞു, കാട്ടിലല്ല. അപ്പോൾ മിറ്റത്തെ നളകൂപരനും മണിഗ്രീവനും മരുന്ന് വൃക്ഷങ്ങളായിട്ട് നിൽക്കുമ്പോൾ ഭഗവാൻ ദേവരഷിർമേ പ്രിയതമ യതിമോധന താത്മജോ തദ്ദഥാ സാധയിഷ്യാമി യൽ ഗീതം തന്മഹാത്മന. നാരദൻ പീണയിൽ പാടിയതുപോലെ എനിക്ക് അത് സത്യാക്കാനായിട്ടെങ്കിലും ഇവരെ ഒന്ന് അനുഗ്രഹിക്കണം. ഒരളും വലിച്ചെത്തിനാനത്തലോടെ, ഒരളും വലിച്ച് മരത്തിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഭഗവാൻ കടന്നു. അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ ഗോപന്മാർ പറയുന്നുണ്ട്. ഭഗവാൻ 2 കൈയും മരങ്ങളിലേക്ക് വെച്ചു കഴിഞ്ഞു. മരങ്ങൾ കട്ടപ്പുഴങ്ങി വേരോടെ അങ്ങോട്ട് വീണിരിക്കുന്നു. അവിടെ സ്ഥാനത്ത് 2 ദിവ്യന്മാർ ഭഗവാനെ സ്തുതിച്ചു. അവരുടെ സ്തുതി മരത്തലയന്മാരായ നമ്മളൊക്കെ ഒന്ന് കേൾക്കേണ്ടതാണ്. അതാണ് ഭാഗവതം ശ്രീശുകൻ എടുത്തു പറയണത്. വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിഹസ്തവ നിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനാം എന്നവരെ സ്തുതിച്ചു ഭഗവാനെ. ഭഗവാൻ പറഞ്ഞു, ശരി, നാരദൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചു, നിങ്ങൾക്ക് പോവാം. അവരെ യാത്രയാക്കി. അപ്പോഴേക്കും പലരും വന്ന് ഉണ്ണിയെ അഴിക്കാൻ നോക്കുന്നുണ്ട്, പറ്റണില്ല. എന്താ ചെയ്യാം? ഓരോരുത്തരും വരും, അയ്യോ ഇത് കഴുത്താ അധികം കുടുങ്ങാ, ഉണ്ണിയെ അഴിക്കാൻ പറ്റണില്ല. ഭഗവാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്, യശോദ പ്രേമബദ്ധസ്യ നന്ദപ്രേമൈവ ഉച്യത. അതാണ് യശോദ കെട്ടിയിട്ടതുകൊണ്ട് കയറുകൊണ്ടല്ല, പ്രേമം കൊണ്ടാണെന്ന് പറഞ്ഞില്ലേ? ഉവ്വ്. അപ്പം അതുപോലെ പ്രേമമുള്ള ഒരു ഹൃദയം വന്നാൽ ആ കെട്ട അഴിക്കാൻ പറ്റുള്ളൂ. ഇത് ഊരാക്കുടുക്കല്ല, അത് പ്രേമക്കൊടുക്കാണ്. ഹൃദയത്തിൻ്റെ ബന്ധനം അത് കാണിച്ചു. നന്ദഗോപം വന്ന് തൊട്ടപ്പോഴേക്കും ആര് നോക്കിയിട്ടും അഴിക്കാൻ കഴിയാത്ത കെട്ടഴിഞ്ഞു. വേഗം ഉണ്ണിയെ എടുത്തു. യശോദേ, ദാ ഉണ്ണിയുടെ കെട്ടഴിച്ചോ. യശോദ പാവം കണ്ണിൽ വെള്ളവും തുളച്ച് ഓടി വരുന്നുണ്ട്. മരം അങ്ങോട്ട് വീണപ്പോൾ എന്തെങ്കിലും തൻ്റെ ഉണ്ണിക്ക് പറ്റിയോ എന്ന് വിചാരിച്ച് പേടിച്ച് എല്ലാവരും കൂടി ഓടി വന്ന കൂട്ടത്തിൽ യശോദ ഉണ്ണിയെടുത്ത്, നന്ദഗോപൻ ഉണ്ണിയെടുത്തുകൊണ്ട് വരുന്നു. ഇന്ന് ഉണ്ണി ആരുടെ ഉണ്ണിയാ എന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ ഉണ്ണിയാ എന്ന് പറയും എന്നല്ലേ വിചാരിക്കുക. അപ്പോൾ അമ്മ അപ്പുറത്ത് കണ്ണിൽ വെള്ളം തുറച്ച് ഇങ്ങനെ കൈ കാണിച്ച് നിൽക്കുന്നുണ്ട്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് അച്ഛൻ്റെയും അമ്മയുടെയും ഉണ്ണിയാ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ കയ്യിലേക്ക് അങ്ങോട്ട് ചാടി. യശോദ 1000 ചുംബനങ്ങൾ കൊടുത്ത് ഉണ്ണിയം കൊണ്ട് അകത്തേക്ക് പോയി. ഈ കഥകൾ നാരദൻ ആവുന്നത്ര സകല ദിക്കിലും പറയുന്നുണ്ട്. അതുകൊണ്ട് മരങ്ങളാണെന്ന് വിചാരിച്ച് വെറും പാഴ്മരങ്ങളായല്ലോ, പാമരന്മാരായിപ്പോയല്ലോ എന്നൊന്നും വിചാരിച്ച് നമുക്ക് ദുഃഖിക്കേണ്ട. ഭാഗവതം ദാമോദര ലീലയിലൂടെ നമ്മുടെ പാമരത്വം കളഞ്ഞ് നമ്മളെയൊക്കെ അനുഗ്രഹിക്കുന്നു. യശോദയെ അനുഗ്രഹിച്ച ഭഗവാൻ നന്ദഗോപരെ അതിലും കൂടുതൽ അനുഗ്രഹിച്ച ഭഗവാൻ. ഗോപന്മാരും ഗോപികളൊക്കെ വന്ന് പറയുമ്പോൾ അവരുടെ കൂടെ കളിക്കാൻ പോവാൻ നിശ്ചയിച്ചു. അമ്മോട് പറയുകയും ചെയ്യും, അമ്മേ ഇനി ഞങ്ങൾക്ക് കാട്ടിൽ ഊണ് കഴിക്കാൻ തന്നുകൊണ്ടിരിക്കണം, നീ ഇവിടെ തന്നെ ഉണ്ണാൻ വിളിച്ചാൽ വരണില്ല. ഭഗവത്തിൽ അതുകൊണ്ട് ഒരു യശോദയുടെ ഉണ്ണാൻ വിളിക്കൽ. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പഴക്കച്ചവടക്കാരി വന്നു. അത്രേ, കേലാവാല പഴം വേണോ? പഴം. ഭഗവാൻ വേഗം മണ്ണൊക്കെ തട്ടി, എനിക്ക് വെള്ളം വേണം. അവൾക്ക് അത്ഭുതമായി. രാമായണത്തിലെ ശബരിയുടെ കഥ പറയണ പോലെ ഭാഗവതത്തിലെ ഒരു വയസ്സത്തി കാലത്തി പെണ്ണ് രാമായണത്തിലെ ആ മധുരം ഓർത്തുകൊണ്ട് അന്നത്തെ ശ്രീരാമൻ, ഇന്നത്തെ ശ്രീകൃഷ്ണൻ അവരുടെ കയ്യിൽ നിന്ന് പഴം വാങ്ങി, നല്ല സ്വാദ്. അവളുടെ അതിന് വാങ്ങിച്ചതിന് വല്ലതും കൊടുക്കണ്ടേ? ഞാൻ അപ്പം വരാം. പാവം പഴം വാങ്ങി കടിക്കാൻ ഭാവിച്ചിട്ട് അവിടെ തന്നെ വെച്ച് അകത്തുപോയി. ശ്രീശുഖം പറയാ, അല്ല വിക്രയണി തസ്യച്യുതധാന്യം കരദ്വയം ഫലൈരഭൂരയ
ഭഗവാൻ തൻ്റെ കയ്യിൽ കിട്ടിയ പഴം അവിടെ വെച്ച് അകത്ത് ചെന്ന് നോക്കുമ്പോൾ ശ്രീരാഗത്ത് അമ്മയെ കാണാനില്ല, അച്ഛനെ കാണാനില്ല, ആരുമില്ല. ശ്രീരാഗത്ത് നിറച്ച് വെച്ചിട്ടുള്ള ത്രേഷ്ഠമംഗല്യത്തിൽ അരിയും നെല്ലുമൊക്കെ. അപ്പോ അതിങ്ങനെ എടുത്തു. കുറച്ച് നെല്ലും കുറച്ച് അരിയൊക്കെ ഉണ്ട്. ഇങ്ങനെ പിടിച്ചു വന്നു. ഉമ്മറപ്പടി എങ്ങനെയാണ് കിടക്കണത്? കടന്നപ്പോൾ ദേ വീണു. എന്ന് പറഞ്ഞ് കട്ടടപ്പടിയുമൊക്കെ നല്ല കൈ 2 കുത്തി. വീണ്ടും ഇങ്ങനെ പിടിച്ചു. അരിയൊക്കെ വീണു പോയി എന്ന് പറഞ്ഞാലോ, ഈ വളയുടെയോ മോതിരത്തിൻ്റെയോ ഇടയിൽ 2-3 അരിയോ എന്നെല്ലോ പറ്റി പിടിച്ചിട്ടുണ്ടാവാം എന്നും പറഞ്ഞാൽ അവളുടെ വട്ടിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തതും ശിശുഖൻ പറയാ, ക്യാമറ ഇപ്പോൾ വട്ടിയിലേക്ക് നോക്കണം. രത്നയി ഫലധാന്യം ഖണ്ഡമപൂരിച്ച. അതിൽ പഴയ നെല്ലോ അരിയോ ആരെങ്കിലും കൊടുത്തത് കുറച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവനും ദിവ്യരത്നങ്ങളായിട്ട് മാറി. അപ്പോൾ അവളുടെ ആ ശബരിയിലെ കാരത്തി പെണ്ണിൻ്റെ പാത്രം മുഴുവൻ സ്വർണ്ണരത്മണികളും രത്നമണികളെ കൊണ്ട് നിറച്ചു. അവളതും എടുത്ത് തലയിൽ വെച്ച് പോകുമ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. താൻ കൊടുത്ത പഴം കടിച്ച് നല്ല സ്വാദ് എന്നും പറഞ്ഞ് ആസ്വദിക്കുന്ന ഉണ്ണിക്കണ്ണന്. അങ്ങനെ ഉണ്ണിക്കണ്ണനെ തിരിഞ്ഞു നോക്കി അവൾ പോയി. യശോദ ഉണ്ണാൻ വിളിച്ചിട്ട് വരണില്ല. നന്ദഗോപന് ഉണ്ണാനിരിക്കണു. ഉണ്ണി വരൂ അമ്മയെ, ഉണ്ണി പഴം തിന്നു, ഇപ്പം ഉണ്ണണ്ടാ, പറ്റില്ല, അച്ഛൻ ഉണ്ണാൻ വന്നിരിക്കണു. യശോദ ചെന്ന് 2 രാമൻ്റെയും കൃഷ്ണൻ്റെയും കൈ പിടിച്ച് ഇത്തം യശോദ തമശേഷശേഖരം മത്വാസുതം സ്നേഹനിബദ്ധധിർനൃപ ഹസ്തേ ഗൃഹീത്വാ സഹരാമമച്യുതം നീത്വാ സ്വവാരം കൃതവത്യധോദയം. അച്ഛൻ്റെ അടുത്തേക്ക് ഉണ്ണികളുടെ രാമൻ്റെയും കൃഷ്ണൻ്റെയും കൈ പിടിച്ച് യശോദ കൊണ്ടുവന്നിരുത്തി ഊണൊക്കെ കഴിപ്പിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും കളിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഉണ്ണിയുടെ അന്നത്തെ രണ്ടാമതൊക്കെ ചോറ് വെച്ചുണ്ടാക്കി തയ്യാറാക്കിയ കഥ കേട്ട് ഗോപന്മാരും ഒക്കെപ്പാടെ വന്നു. ഇതെന്താ മരം വീണു, അതുണ്ടായി, ഇതുണ്ടായി എന്നൊക്കെ ഒന്നും പറയണ്ട, ഇവിടെ കോലാഹലം പലതുണ്ടായി. നിങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ അത്? ഉപനന്ദൻ, നന്ദഗോപരുടെ സഹോദരൻ, അദ്ദേഹം പറയും. എന്താ അദ്ദേഹം പറയുന്നത്? ഇവിടെ ഇങ്ങനെ കൊടുങ്കാറ്റായിട്ടും വണ്ടി പൊട്ടലായിട്ടും അതേപോലെ മരം വീഴലായിട്ടും ആപത്തുകളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരേണ്ടതെന്ന് ഒരു പിശാച് വന്ന് തെറ്റത് എല്ലാവരും ഓർക്കുന്നുണ്ടാവൂലോ. അതുകൊണ്ട് നമുക്കൊന്ന് മാറി താമസിക്കാമെന്ന് വെച്ചാലോ. സകല ആളുകളും സന്തോഷത്തോടെ ബഹളം കൂട്ടി സമ്മതിച്ചു. എന്നാൽ ശരി, പോവുക. എന്നാൽ ഈ നാളേക്ക് ആക്കണ്ട, ഇപ്പം തന്നെ ആവാം. എല്ലാവരും എടുക്കാനുള്ളതൊക്കെ കാളവണ്ടിയിലൊക്കെ കെട്ടിയെടുക്കുക. പരീക്ഷിത്തെ അങ്ങനെ നന്ദഗോകുലത്തുനിന്ന് വ്രജഭൂവിൽ നിന്ന് വൃന്ദാവനം എന്ന സ്ഥലത്തേക്ക് മാറി താമസിച്ചു. വളരെ എളുപ്പത്തിലാവുക കഥകൾ പറയണത്. ആ യാത്രയിൽ യശോദയുടെ അടുത്ത് ഗോപികളൊക്കെ ഉണ്ണിക്കണ്ണൻ്റെ പല 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 ലീലകൾ അടുത്തിരുന്നങ്ങനെ പാടുന്നുണ്ട്. അതും കേട്ട് സന്തോഷത്തോടെയാണ് എല്ലാവരും യാത്രയായത്. വൃന്ദാവനം സംപ്രവിശ്യ സർവകാല സുഖാവഹം. എല്ലാവർക്കും ഏത് കാലത്തും ഒരുപോലെ നമ്മൾ AC സർവകാല സുഖാവഹം എന്നൊക്കെ ബോർഡ് വെച്ച് ഉണ്ടാക്കി വെക്കാറുണ്ട്. കാണാം, കറണ്ടില്ലെങ്കിൽ അതിൻ്റെ കഥ കഴിഞ്ഞു, തീർച്ചയാണ്. ഇതങ്ങനെയല്ല. സർവകാല സുഖാവഹം. ഒരു തരം പ്രകൃതിയെയും ആശ്രയിച്ചിട്ടല്ല വൃന്ദാവനത്തിൽ. എന്നും 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 എപ്പോഴും എപ്പോഴും പരമാനന്ദമാണ്. അതാണ് രാസലീലയിലാവുമ്പോഴേക്കും പറയും രാത്രി പകൽ എന്നുള്ള വ്യത്യാസം കൂടിയില്ല. ശ്യാമസുന്ദരൻ ശ്രീകൃഷ്ണൻ ഇതാ തൻ്റെ കൂട്ടുകാരോടുകൂടി ബാലലീലകളുടെ വിലാസത്തിന് തെരഞ്ഞെടുത്ത സ്ഥലം നന്ദഗോകുലം, ആദ്യം വ്രജം, ഇതാ ഇപ്പോൾ വൃന്ദാവനം. വൃന്ദാവനം ഗോവർദ്ധനം യമുന പുളിനാനിജ വീക്ഷ്യാസീതു ഉത്തമാപ്രീതി. അച്ഛാ, വല്യച്ഛാ, ഞങ്ങൾക്കൊക്കെ സന്തോഷമായി. ഞങ്ങൾക്ക് പുതിയ കളിസ്ഥലങ്ങൾ ധാരാളമാണ്. ഗോപന്മാർ പറഞ്ഞു അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ പുഴയുടെ വക്കത്തേക്ക് പോവാം. എല്ലാവരും ശ്രദ്ധിക്കണേ, വളരെ മനസ്സിരുത്തി പുതിയ സ്ഥലമെന്നും പറഞ്ഞ് ശ്രദ്ധിച്ചോളാം, അമ്മ പേടിക്കണ്ട, ഗോപന്മാരുണ്ടല്ലോ, വലിയ ഗോപന്മാർ നമ്മുടെ കൂടെ. ഇങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒന്നും കൂടിയായി ഭഗവാൻ. അച്ഛാ, അമ്മ, വലിയ ഗോപന്മാരൊക്കെ എന്നും പശുക്കളെ മേയിച്ച് പോവല്ലേ, എനിക്കും പശുക്കളെ മേയിച്ച് പോകണം. ഇവരൊന്നും ആയിട്ടില്ല ഉണ്ണി, അവരൊക്കെ വലിയ ആളുകളാ. ഉണ്ണി ചെറിയ ഉണ്ണി അല്ല, ഉണ്ണി വലുതായി അമ്മേ. വളരെ പ്രസിദ്ധമാണല്ലോ ശ്ലോകം. ഞാൻ അച്ഛനോളം വലുതായി, എന്നാലേ തൻ്റെ പേരേ പറയുള്ളൂ. പിന്നെ
യശോദയോട് ഒരു ദിവസം ഉണ്ണി പറയാത്രേ, അമ്മേ ഞാൻ ഇപ്പം അച്ഛനേക്കാൾ വലുതായില്ലേ, ഉവ്വേ എന്താ വേണ്ടേ? അല്ല അപ്പം ഞാൻ ഇനി ബലരാമേട്ടനെ ഏട്ടാന്ന് വിളിക്കണോ അതോ അച്ഛൻ വിളിക്കണോ? രാമാ ഇവിടെ വാ എന്ന് പറയണോ? ഞാൻ വിളിച്ചു പോട്ടെ. രാമാ ഇവിടെ വാ. അമ്മ അച്ഛൻ ഏട്ടനിപ്പോൾ പേടിയായിണ്ടാവില്ലേ ഞാൻ രാമാ ഇവിടെ വാ എന്ന് പറയുമ്പോൾ? കോട്ടൂർ ഉണ്ണിമുരുപ്പാടിൻ്റെ വളരെ പ്രസിദ്ധമായ ശ്ലോക, ഇങ്ങോട്ടു വായോ ബലരാമയന്തായി എന്നൊച്ച കേട്ടിട്ടു വിറയ്ക്കു വീർത്തൻ എന്നാണ് പാവം ഉണ്ണിയുടെ വിചാരം. അങ്ങനെ ഏട്ടനെ പേടിപ്പിക്കാനുള്ള ശബ്ദമൊക്കെ ആയി വലുതായി എന്ന് പറയണ ഉണ്ണി വൃന്ദാവനം സംഭ്രമിച്ച സർവകാല സുഖാവഹം പൈക്കുട്ടികളെ മേയ്ക്കാനുള്ള അനുവാദം മേടിച്ചു. നന്ദഗോപുര കൃഷ്ണൻ എന്തു പറഞ്ഞാലും അപ്രിയം പറയരുത് ഈ ഒരു വാക്ക്. ഗർഗമഹർഷി പണ്ട് പറഞ്ഞത്, യശോദയോട് പറഞ്ഞത്, യശോദ നന്ദഗോപരോട് പറഞ്ഞത് എപ്പോഴും അങ്ങനെ ഓർമ്മിക്കും. ഗർഗമഹർഷി പറഞ്ഞത് എപ്പോഴും നമ്മൾ പാലിക്കണം, ശ്രദ്ധിക്കണം യശോദയെ. അപ്പോൾ അതുപോലെ ഉണ്ണിക്ക് പൈക്കളെ വയ്ക്കണം എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, പൈക്കളെയും പൈക്കുട്ടികളെയും ഉണ്ണി നോക്കിയാൽ മതി, വലിയ പശുക്കളെയൊക്കെ ആ ഗോപന്മാർ നോക്കിക്കൂടെ, ശ്രദ്ധിക്കണേ എന്നൊക്കെ പറഞ്ഞു. ഇതാ തയ്യാറായി കാട്ടിലേക്ക് എത്തിച്ചു. പൗഗന്ധവയ ഭഗവാന് ഏകദേശം വയസ്സ് കൂടുതലായി തുടങ്ങി. 5 വയസ്സ് 7 വയസ്സ് 9 വയസ്സ് എന്നൊക്കെ നമ്മളിങ്ങനെ ഭാഗം നിയമപ്രകാരമുള്ളത് ആലോചിച്ചോളണം. വൃന്ദാവനെത്തി 12 വയസ്സാകുമ്പോഴേക്കും വൃന്ദാവനം വിട്ട് മധുരയിലേക്ക് പോവും. അപ്പോൾ അത്രയും കാലഘട്ടം പകുതിയെന്ന് വിചാരിക്കുക. 4-5 വയസ്സ് അമ്പാടിയിൽ, പിന്നെ ഇതാ വൃന്ദാവനത്തിൽ, പിന്നെ 12 വയസ്സായാൽ മധുരയിലേക്ക്. അങ്ങനെ വൃന്ദാവനലീല, ഗോകുലലീല, വൃന്ദാവനലീല, മധുരാലീല, പിന്നെയാണ് ദ്വാരകാലീല ആരംഭിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിലത്തെ ആദ്യ ഭാഗങ്ങളാണ് ഇപ്പോൾ കുറച്ച് ആസ്വദിക്കാൻ അനുസ്മരിക്കാനുള്ളത്. വൃന്ദാവനലീല തുടങ്ങിയപ്പോൾ കാട്ടിന് ഊണെന്നും പറഞ്ഞ് ചോറും കറികളുമായിട്ട് കൊണ്ടുപോയി അതൊക്കെ അവിടെ കെട്ടിത്തൂക്കി നോക്കുമ്പോൾ ഇവിടെ കുറേ കള്ളന്മാർ വന്ന് താമസിക്കുന്നുണ്ട്. പശുക്കുട്ടിയുടെ വേഷത്തിലൊരസുരൻ വർഷാൻ പുരസ്കൃത്യ പശുക്കുട്ടികളെ മേച്ച് ഉണ്ണികൃഷ്ണൻ നടക്കുമ്പോൾ ഈ പശുക്കുട്ടി സാധാരണ പശുക്കുട്ടി അല്ലല്ലോ. അതിൻ്റെ കണ്ണൊക്കെ കണ്ടിട്ട് ഭഗവാൻ പതുക്കെ ചെന്ന് അതിനെ തലോടി വാലും കാലും ഒക്കെപ്പാടെ കൂട്ടിപ്പിടിച്ച് ചുറ്റിച്ചൊരൊറ്റയേറെ കഴിഞ്ഞു. അവൻ കഷ്ണമായിട്ട് തുളിച്ച് ചത്തു. അയ്യോ കൃഷ്ണ, പൈക്കുട്ടിയല്ല നോക്കുക, ഒക്കെ വലിയ അസുരൻ്റെ പല അവയവങ്ങളായി അവിടെ. നാളികേരം എറിയുമ്പോൾ അനവധി തരം കഷ്ണങ്ങളായിട്ട് തെറിച്ചു പോകുന്നില്ല അയ്യപ്പൻ്റെ മുമ്പിൽ. ഇതുപോലെ ഈ വത്സാസുരൻ അനവധി കഷ്ണങ്ങളായിട്ട് തെറിച്ചു പോയി. അത് ഭഗവാന് മനസ്സിലായതുകൊണ്ടാണ് അവനെ കൊന്നതെന്ന് ഗോപന്മാർക്കും മനസ്സിലായി. അത് കഴിഞ്ഞു. പിന്നെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം പരീക്ഷിത്തെ വേറൊരസുരൻ പ്രളംബകചാണൂര് തൃണാവർത്തമഹാസനേഹി മുഷ്ടികാരിഷ്ടദ്വിവിധ പൂതനാകേശിധേനുകൈഹി അന്വേഷിച്ച. അപ്പോൾ കുറച്ച് പേരുടെ പേര് നമുക്ക് എടുത്തു പറയാനുണ്ടാവും. പിന്നെയും കുറേ എണ്ണുണ്ട് കുരുത്തം കെട്ട ആളുകൾ കംസനെ ആവശ്യമില്ലാണ്ട് പ്രലോഭിപ്പിച്ച് അവർക്ക് പറ്റിക്കഴിഞ്ഞുകൂടാൻ. മന്ത്രിമാരുടെ എണ്ണം കുറച്ചൊന്നും ആയാൽ പോരാ, കൂട്ടണം എന്ന് എപ്പോഴും നമ്മൾ പേപ്പറിൽ കാണണമെങ്കിൽ. ഇത് അന്ന് കംസൻ്റെ മന്ത്രിസഭയിൽ തിളങ്ങിയതാ, മന്ത്രിമാരുടെ എണ്ണം കൂട്ടണം എന്നുള്ളത്. അപ്പോൾ അതിൽ എന്തൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റുന്നതാണ് അവരുടെ നോക്കം. പ്രളംബകചാണ് ഒരു തൃണാവർത്തവഹാചരി മുഷ്ടികാരിഷ്ടദ്വിവിധ പൂതനാകേശുധനുകൈ. അങ്ങനെയുള്ള മന്ത്രിമാരെ താൻ നേരെയാക്കിക്കോളാം എന്ന് അവർക്കൊരു ദൂഷണം ഭാഗവതം വഴി ഉണ്ടാകരുത്. അതുകൊണ്ട് ഭഗവാൻ അതിനെയൊക്കെ നേരെയാക്കുകയാണ്. ഇപ്പോൾ വത്സാസുരനെ കൊന്നു ബകാസുരൻ. അവൻ കൊക്കുമായിട്ട് വലിയ കൊക്കായിട്ട് വഴിയെ പോണ വലിയ മത്സ്യങ്ങളെയൊക്കെ വിഴുങ്ങിയിരിക്കുക. ഭഗവാൻ ചെന്നു. അവൻ്റെ ഈ കള്ളക്കൊക്കിൻ്റെ ധ്യാനം കര പിടിക്കാനാ, അല്ലാണ്ട് ഉറക്കമൊന്നുമല്ല. ഭഗവാൻ ചെന്നു, ഭഗവാനെ കൊത്തി വിഴുങ്ങി, വായ പൊള്ളി തുപ്പി. രണ്ടാമതും കൊത്താനായിട്ട് വന്നപ്പോൾ ആ 2 കൊക്കും പിടിച്ച് കീറി അവിടെ ഇട്ടു, കഴിഞ്ഞു. ദേവന്മാരൊക്കെ ആകാശത്ത് പുഷ്പവൃഷ്ടി. എങ്ങനെയാ കൃഷ്ണ ഇത്ര വേഗം? ആകാശത്തുനിന്ന് ദേവന്മാർ നമ്മളെ ഈ കൊക്കിനെ കൊന്നതിന് സ്തുതിക്കണു എന്നൊക്കെ പറഞ്ഞ് അന്നും മടങ്ങിപ്പോന്നു. അങ്ങനെ വത്സാസുരൻ ബകാസുരൻ ഊണ് കഴിക്കൽ കാട്ടിലാണെന്നും പറഞ്ഞ ഭഗവാൻ അമ്മയോട് പറഞ്ഞ് ചോറും കറികളും എടുത്ത് പുറപ്പെട്ടിരിക്കണു. നടുനൈ കൂട്ടി ഉരുട്ടിയിട്ടും
നല്ലൊരു റബൈറൂട്ടിയുരുട്ടിയിട്ടും വർത്തോരു പേരി പതിച്ചിട്ടും ഈ രണ്ടുരുളയും എൻ്റെ മുരളിയും തരികായെന്നങ്ങാലട്ടി ചാഞ്ചാടി തരസാകണ്ണൻ പുറപ്പെട്ടു. കേരളത്തിലെ വളരെ പ്രസിദ്ധമായ കൈകൊട്ടിക്കളിക്കാരികളായ അവർക്കൊക്കെ പാടാനുള്ള പാട്ടാണിത്. പഴയ കാരണവന്മാരായ വെൺമണി നമ്പൂതിരിപ്പാടന്മാരുണ്ടാക്കിയ കവിതയാണ് ഓമനക്കുട്ടൻ. അതിലത്തെ വരികളാണിത്. അപ്പോൾ ഉണ്ണികൃഷ്ണനെ എങ്ങനെ യാത്രയാക്കണം രാവിലെ, അത് ഭഗവാൻ തന്നെ പറയാം. അമ്മേ, ചോറ് തൈര് കൂട്ടിയിട്ടൊരുള്ള, നെയ്യ് കൂട്ടിയിട്ടുള്ള, വെണ്ണ കൂട്ടിയിട്ടുള്ള വേറൊരുള്ള, ഇതൊക്കെ വേറെ വേറെ വേണം. പിന്നെ ഉപ്പേരി, അതൊക്കെ വേറെ വേറെ. ഇങ്ങനെയൊക്കെ കലത്തിൽ മീതെ ഇന്നത്തെ ടിഫിൻ കാരിയറല്ല, ഒക്കെ പാകത്തിനാക്കി വെച്ച് ആ ടിഫിൻ കാരിയർ പോലെ കലത്തുമ്പോൾ കയറൊക്കെ ഇട്ട് തൂക്കി എടുത്തുകൊണ്ട് തന്നെ പോവുക. അങ്ങനെ ഭഗവാൻ ഏർപ്പാട് ചെയ്തു. സകല ഗോപന്മാരോടും പറഞ്ഞു, അമ്മ തനിക്ക് തരണ രീതിയിൽ എല്ലാ ഗോപന്മാരും അതുപോലെ ചോറ്റും പാത്രമായിട്ട് കുട്ടികൾ സ്കൂളിൽ പോകണത് ഇന്ന് വിചാരിക്കാം, അന്ന് ഭഗവാൻ തുടങ്ങി വെച്ചതാണ് ഇതൊക്കെ എന്ന് കാണിച്ചു തരിക. അപ്പോൾ കളിക്കാനും സമയമുണ്ട്. ഉറികളൊക്കെ അവിടെ തൂക്കും. അവിടെയുള്ള പക്ഷികളും ബാക്കിയുള്ളവരൊക്കെ അതിന് കാവക്കാരാണ്. ഒരു ഈച്ചയോ മറ്റു ജന്തുക്കളോ വന്ന് ഭഗവാന്റെ ഗോപന്മാരുടെ ചോറ് പാത്രത്തിന് ഒരു ശല്യവും ചെയ്യില്ല. അതവിടെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞില്ലേ, ബകാസുരനായി പിന്നെ അഖാസുരൻ വായം പൊളിച്ച് കിടക്കുക. അത്രേ വലിയൊരു പെരുമ്പാമ്പ്. ഗോപന്മാർ പറയണ്ടേ, കൃഷ്ണ ഓടി വരൂ, ഞങ്ങളിവിടെ ഒരു ഗുഹ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് ശ്രീതാമാവാണ് കണ്ടുപിടിച്ചത്, ശ്രീതാമാവിൻ്റെ പേരിടാം. ഭഗവാൻ പറഞ്ഞു, അത് ഗുഹയൊന്നുമല്ല, പേടിക്കാണ്ടാ മതി. ഗുഹയാണ്, ഞങ്ങൾ ഗുഹയിലേക്ക്, കൃഷ്ണൻ വേണമെങ്കിൽ വന്നോളൂ. എന്താ ചെയ്യുക, ഗുഹയെന്ന് പറഞ്ഞാൽ ഒരു പാമ്പ് വായ പൊളിച്ച് കിടക്കുന്നിടത്തേക്കാണ് കിടക്കുന്നത്. അവർ പറയേണ്ടത്, നോക്കൂ കൃഷ്ണ, ഈ പാറ കണ്ട പാമ്പിൻ്റെ വായയുടെ ഒരു പല്ല്, ഇത് വേറൊരു പല്ല്, താഴെ നിന്ന് 2 പാറ നിൽക്കണുണ്ടോ, അത് രണ്ടും പാമ്പിൻ്റെ താഴത്തെ പല്ല്. ഞങ്ങൾ ഗുഹയിലേക്ക് പോവുകയാണെങ്കിൽ വന്നോളൂ. അവർ പോയി. ഭഗവാന് പോവാണ്ട് പറ്റുമോ? ഭഗവാനും പിന്നാലെ ചെന്നു. ഭഗവാൻ വരുന്നത് വരെ അവൻ ക്ഷമയോടെ കാത്തു കിടന്നു. അകത്ത് ചെന്നവരൊക്കെ വിഷവായു ഏറ്റ് മോഹാലസ്യപ്പെട്ടു വീണ്ട് ഗോപന്മാർ. ഭഗവാനകത്തെ വായ കൂട്ടിയ ഭഗവാൻ വായയുടെ തൊണ്ടയുടെ അവിടെ നിന്ന് ഇവിടെ വലുതായി. വാമനാവതാരം എന്നാണോ പറയേണ്ടത്, വാമനൻ്റെ വലിയ വിശ്വരൂപാവതാരം. അപ്പോൾ അങ്ങോട്ട് പൊട്ടി. നമ്മളെ ബലൂൺ നിറയ്ക്കാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ വിരുത്ത് വരുമായിരുന്നു അല്ലേ. അത് പൊട്ടിയാലോ പിന്നെ ആകെ ഇത്ര വണ്ണത്തിലൊന്നും ഇല്ലാണ്ട് പൊളിഞ്ഞു കൊടുക്കും. ഇതുപോലെ പാമ്പിൻ്റെ വലിയ വായ പൊളിഞ്ഞു. അതിന്നൊക്കെ ഗോപന്മാർ പുറത്തു വന്നു. അവരിൽ നിന്ന് പൊങ്ങിയ ചൈതന്യം ആദ്യം അറിയാണ്ട് മേപ്പോട്ട് പോയി. വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അപ്പോഴാണ്, എടോ താൻ വൈകുണ്ഠത്ത് പോയിട്ട് കാര്യമില്ല, ഞാൻ ഇവിടെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞ പോലെ. അത് ശരി. ജീവാത്മാവ് താഴേക്ക് വന്ന് ഭഗവാന്റെ പാദത്തിൽ അങ്ങനെ വന്നു ചേരണത് ഗോപന്മാർ കണ്ടു. കൃഷ്ണ, ഒരു വെളിച്ചം മേപ്പോട്ട് പോയതേ. പതുക്കെ വന്നു കൃഷ്ണൻ്റെ കാലിൽ. അപ്പോഴേക്കും ദേവന്മാരിത് കേട്ടു. സകല ആളുകളും വന്നു. എന്തിനാ? ബ്രഹ്മാവിൻ്റെ ലോകം വരെ ഈ സത്യം ചെന്നലച്ചു. സത്യലോകത്ത് ചെന്നലച്ച സത്യം എന്താ? മഹാഭാവിയായ അഘാസുരന് അഘം പാപം. അഘാസുരൻ പാപം കൊണ്ടുള്ള ഒരു അസുരൻ. മഹാപാപങ്ങളുടെ രൂപമായ അഘാസുരന് ഭഗവാൻ ദിവ്യമായ മോക്ഷം കൊടുത്തിരിക്കണു. അത്ഭുതം. അങ്ങനെ കേട്ടു ഇത്രയും ബ്രഹ്മാവ്. എന്താ ഭൂമിയിൽ വൃദ്ധായിരുന്നു ഇത്ര ബഹളം? കൃഷ്ണരീതിയാവും. വരാന്തേ ചെന്നങ്ങനെ നോക്കുമ്പോൾ സകല ദേവന്മാരും പറയണ്ട്, ദേ ഭഗവാന്റെ പാദത്തിലേക്ക് അഘാസുരൻ്റെ ചൈതന്യം വന്നിരിക്കണം. ഞങ്ങൾ കണ്ടു. ബ്രഹ്മാവ് വിചാരിച്ചു, ഞാൻ കണ്ടില്ലല്ലോ. ഇവിടെ ഇങ്ങനെ അകത്തിരുന്നാൽ പോരാ, ഞങ്ങൾ അവിടെ നിൽക്കുക വൃന്ദാവനത്തിൽ. ഭഗവത്ത് പറയുന്നുണ്ട്, ഗോപന്മാരുടെ വേഷത്തിലും പശുക്കളുടെ വേഷത്തിലും ഒക്കെ ഈ ദേവന്മാർ വേഷം കെട്ടി അവിടെ കൂടിയൊക്കെയാ. അപ്പോൾ ബ്രഹ്മാവിനും ഇപ്പറൊക്കെ ഉണ്ടോ? കൃഷ്ണൻ്റെ വൃന്ദാവനത്തിൽ വെറും മനുഷ്യക്കുട്ടിയായിട്ട് ഗോപാലൻ. നമ്മുടെ നാടൻ ഭാഷ ഉണ്ട്, അത് ഭാഗവതം പറയുമ്പോൾ ഉപയോഗിക്കേണ്ടതല്ല. എന്നാലും കന്നാലിച്ചക്കൻ, അത് പറഞ്ഞാൽ നാടൻ ഭാഷയായി. കന്നാലിച്ചക്കനായിട്ട് ഗോപാലൻ എന്നുള്ളതിൽ അതിൻ്റെ അർത്ഥം. കന്നാലിച്ചക്കനായിട്ട് വന്ന കൃഷ്ണന് ഇത്രയ്ക്കൊക്കെ ഉണ്ടോ യോഗ്യത? ഞാൻ ഒന്ന് കാണാം. എവിടെ
കാണാമെന്ന് പറയും ബ്രഹ്മാവ് പുറപ്പെട്ട് ഇവിടെ വന്നപ്പോൾ അന്ന് ഭഗവാൻ ബ്രഹ്മാവിനെ പോലും അവഗണിച്ചുകൊണ്ടുള്ള ഊണിൻ്റെ തിരക്കാണ്. പരീക്ഷിത്ത് ശിശുകനോട് പറയുന്നുണ്ട്, പരീക്ഷിത്ത് അതൊക്കെ വിസ്തരിച്ച് പറയണേ ഗുരുനാഥ. വിസ്തരിച്ച് പറയാൻ അത് ബ്രഹ്മാവിനോട് പറയാ ഭേദം. ബ്രഹ്മാവ് വന്നപ്പോൾ കണ്ടു കൃഷ്ണൻ ഇരുന്ന് ഊണ് കഴിക്കുന്നത്. താൻ ഈ 4 മുകളിലാണ് ഇവിടെ ഇങ്ങനെ വന്ന് അവലോകനം ചെയ്തിട്ടും ഗോപന്മാരെ 4 മുകളിലാണ് അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പോലും കൃഷ്ണൻ അറിയണില്ലല്ലോ. അയ്യേ, കൃഷ്ണൻ കാണിക്കുന്ന അധികൃതികൾ കണ്ടാലോ. ബിഭ്രത്വേണും ജഠരപടയോ ശൃംഗവേത്രേ ജഗക്ഷേ വാമേ ബാണൗമസുരകബളം തൽഫലാന്യങ്കുലീഷു തിഷ്ഠൻ മധ്യേ സ്വപരിസുഹൃദോ ഹാസയൻ നർമ്മഭിസ്വൈ സ്വർഗേ ലോകേ മിഷതി സത്യലോകേ അഭി മിഷതി. 4 മുഖങ്ങളുണ്ട്. 8 കണ്ണുള്ള ബ്രഹ്മാവ്, 3 കണ്ണുള്ള മഹാദേവൻ, പിന്നെ ഒരാളും കൂടിയുണ്ട് 1000 കണ്ണുള്ള ദേവേന്ദ്രൻ. അയ്യോ, ആ കഥ നമുക്ക് അറയ്ക്കും പറയാനേ കൊള്ളില്ല എന്നാണ് പലരും പറയണത്. എന്തെങ്കിലും ആവട്ടെ, ആ 1000 കണ്ണ് വേണ്ടി വന്ന ദേവേന്ദ്രനും ഇതാ മുക്കണ്ണനും 4 തലയുള്ള ബ്രഹ്മാവും ഒക്കെ സ്വർഗേ ലോകേ മിഷതി മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും അറിയാത്ത മറ്റൊരു ഭഗവാന്റെ മനോഹരമായ ആ ഭോജനോത്സവം, ഒരുപാട് പേരിട്ടത് ഒരു ഉത്സവമാണ് ഭോജനോത്സവം. അതെ, ഭോജനോത്സവം കണ്ടു പഠിക്കേണ്ടതാണ് നമ്മൾ. കൂട്ടുകാരോടുകൂടി ഭഗവാൻ നടുക്ക് ഗുരുവായൂർ ചുറ്റുപാടുമുള്ള ചിത്രത്തിലുണ്ട് ആ മനോഹരമായ ചിത്രം. 4 പാടും ഗോപന്മാർ, പശുക്കളൊക്കെ ദൂരെ എവിടെയോ വിശ്രമിക്കുന്നു. ഭാഗവതപ്രകാരം അന്ന് ചോറും കറികളുമായിട്ട് പുറപ്പെട്ട് ഊണ് കഴിച്ച ദിവസം ബലരാമേട്ടൻ ഇല്ല എന്നാണ് നമുക്ക് തോന്നുക. പക്ഷേ ഗുരുവായൂർ ചിത്രത്തിൽ എല്ലാ ഗോപന്മാരുടെ ഇടയിൽ ഒരു വെളുത്തിട്ടുള്ള ഒരു ഉണ്ണിയും കൂടി ഉണ്ട്, ബലരാമൻ ഉണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഊണ് കഴിക്കണം, അടുത്തേക്ക് കയറി ചോറുള്ള പിടിച്ച് ഉപ്പേരി കഷ്ണങ്ങൾ വെച്ച് കടിച്ച് തിന്നുക. ഉപ്പേരി കഷ്ണങ്ങളും ചോറുകളിലേക്ക് മറ്റുള്ളവർക്ക് ക്രിസ്ത്യാനിക്കുക എന്നും പറഞ്ഞിട്ടുള്ളവർക്ക് ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ ഭഗവാൻ ചില വിദ്യ കാണിക്കും. ഉപ്പേരി മേപ്പോട്ട് കഴിഞ്ഞാൽ അന്ന് വായോണ്ട് പിടിക്കും. അത് ഓരോരുത്തർക്കും ഇട്ട് കൊടുത്താൽ പലരുടെയും മുഖത്തൊക്കെ വന്ന് വീഴണേ ഉള്ളൂ. ഭഗവാനെ എവിടേക്കിട്ടാലും കൃത്യം അവിടുത്തെ വായലേ വന്ന് വീഴുള്ളൂ. ഇത് ബാക്കിയുള്ളവർ കാണിച്ചിട്ട് കാര്യമുണ്ടോ? അവർ മേപ്പോട്ടറിയുമ്പോൾ ഒക്കെ കണ്ണിലും മൂക്കിലും ഒക്കെ പോവാ. ചെറിയോട് ചെറി ഹാസയൻ നർമ്മ ഭീസ്വൈ, ഇങ്ങനെ കൊച്ചു കൊച്ചു തമാശകളും കാണിച്ച് ചിരിച്ചും ചിരിപ്പിച്ചും ഉണ്ടും ഊട്ടിയും ഭോജനോത്സവം കൊണ്ടാടി. അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രഹ്മാവ് ഒന്ന് ശ്രദ്ധിപ്പിക്കാതെ പറ്റില്ലല്ലോ. തൻ്റെ മായ കൊണ്ട് ദൂരെ കിടക്കുന്ന പശുക്കളെ ഞങ്ങൾ കാണാണ്ടാക്കി. അപ്പോൾ ഗോപന്മാർ അറിയോ കൃഷ്ണ അവിടെ കിടക്കുന്നത് നമ്മുടെ പശുക്കളെ കാണാനില്ല. ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ നോക്കിക്കൊണ്ടുവരാം. നിങ്ങളാരും എണീക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് കൊണ്ടുവരാം. എല്ലാവരും കൂടി എണീറ്റാൽ ഇപ്പം ഇരിക്കണ ഈ ഊണിൻ്റെ രസം പോകും, ഭോജനോത്സവത്തിൻ്റെ രസം പോകും. അത് പറ്റില്ല. രസക്കണ്യ മുറിയാതെ നോക്കാൻ ഭഗവാൻ അവിടുന്ന് എണീറ്റ് മാറി. എന്താ അതിൻ്റെ അർത്ഥം? എടോ ബ്രഹ്മാവെ വേണമെങ്കിൽ ഇനി ഗോപന്മാരെ മറിച്ചോടാ, ഞാൻ മാറിത്തരാം. ഞാനുള്ളപ്പോൾ മറിക്കാൻ പറ്റില്ല. ബ്രഹ്മാവ് മറിച്ചതാണ് പശുക്കളെ എന്ന് ഭഗവാന് മനസ്സിലായി. അല്ലേ? ഒരു കർട്ടൻ ഇട്ടാൽ, ഇപ്പോൾ ഇവിടെ ഒരു കർട്ടൻ ഇട്ടാൽ അപ്പുറത്തുള്ളവരെ കാണാൻ പറ്റില്ല എന്ന് പറയണ പോലെ ബ്രഹ്മാവിൻ്റെ മായാകർട്ടനെ അതിജീവിക്കാൻ വേണ്ടി ഭഗവാൻ അവിടുന്ന് മാറി ഇവിടെ കർട്ടൻ തോല എന്ന് പറയുന്ന പോലെയായി. അപ്പോൾ ബ്രഹ്മാവിന് കൃഷ്ണൻ മനസ്സിലായില്ല, ഞാൻ വന്ന് ഗോപന്മാരെ മറുത്ത് നന്നൊരു പണിയുണ്ട്. ഈ ഞാൻ വന്ന് പശുക്കളെ മറച്ചു, അത് കൃഷ്ണൻ അറിഞ്ഞില്ല. എന്നാൽ ഞാൻ ഗോപന്മാരെയും കൂടി അങ്ങോട്ട് മറച്ചാലോ? ബ്രഹ്മാവ് അങ്ങനെ വിചാരിച്ചു. ഞാൻ കൃഷ്ണൻ്റെ കണ്ണും കാണാണ്ടാക്കി, കൃഷ്ണനെ പശുക്കളെ കാണാനില്ല, ഗോപന്മാരെയും കാണാനില്ലാണ്ടാക്കി എന്നൊക്കെ വിചാരിച്ച് ബ്രഹ്മാവ് തൻ്റെ ലോകത്ത് പോയപ്പോഴേ ഭഗവാൻ പരീക്ഷിത്തെ പെട്ടെന്നൊരു സൂത്രവിദ്യ എടുത്തു. എന്താ അത്? യാവത്സകൽപ്പകവപു യാവൽക്കരാഘ്രാധികം യാവത്യഷ്ടിവിഷാണവേണുതളസി യാവത് വിഭൂഷംബരം യാവത് ശീലഗുണാഭിധാകൃതിവയ യാവത് വിഹാരാധികം സർവം കൃഷ്ണമയം വിഷ്ണുമയം. വിഷ്ണു എന്ന വാക്കിന് എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന വ്യാപനശീലൻ എന്നാണ് ഇത്രയർത്ഥം. അത് കൃഷ്ണനായാലും ഒരു കുറവുമില്ലേ എന്ന് കാണിച്ചു. എന്താ അത്? ആ വ്യാപനശീലൻ വിഷ്ണുവിനും ബ്രഹ്മാവിനും ദേവന്മാരിലും
ശിവനിലും എന്നല്ല, കൈലാസത്തിലും വെള്ളത്തിലും ഭൂമിയിലും വായുവിലും പ്രപഞ്ചത്തിലൊക്കെയും നിറഞ്ഞിരിക്കുന്ന ആ വ്യാപനശീലൻ സർവം വിഷ്ണുമയമാണെന്ന് ഒരിക്കൽ കൂടി ഇവിടെ കാണിച്ചു കൊടുത്തു. ഇതൊന്നും നിശ്ചയിക്കാത്തവർക്കും കൂടി മനസ്സിലാക്കാറാക്കി. ഗോപന്മാർക്ക് ഒന്നും അറിയില്ല, പക്ഷെ അവർക്കും കാണിച്ചു കൊടുത്തു. അവർ നോക്കുമ്പോൾ ബഹുരസം. എന്താത്? അവർക്ക് എല്ലായിടത്തും കൃഷ്ണൻ്റെ 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 അവരുടെ ഒപ്പം എന്ന് തോന്നുക. എന്നാൽ ശരിക്കും അവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഭഗവാൻ ഇല്ല. ഗോപന്മാർ വേറൊരിടത്ത്, പശുക്കൾ വേറൊരിടത്ത്. ഭഗവാൻ ഒറ്റയ്ക്ക് പാവം. പശുക്കളെ കാണാനില്ലോ, ഗോപന്മാരെ കാണാനില്ലോ. ഓരോ ഗോപന്മാരുടെയും പേര് വേറെ 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 വിളിച്ച്, പശുക്കൾക്കും ഒക്കെ പേരുണ്ട്. അതൊക്കെ വിളിച്ചു തന്നെ നടക്കുക ഭഗവാൻ. ബലരാമന് ഇത് നല്ല പന്തിയല്ലല്ലോ എന്ന് തോന്നി. അപ്പോൾ ഞാൻ പറയണത്, കൃഷ്ണൻ അങ്ങനെ കഷ്ടപ്പെട്ട് പശുക്കുട്ടികളുടെയും ഗോപന്മാരുടെയും വിരഹത്തിലെ വിഷമിച്ച് കാണാണ്ട് നടക്കുക. ഇതെന്താ അത്? ഞാനും ഒന്ന് നോക്കട്ടെ. ആദ്യം ബലരാമന് മനസ്സിലായില്ല. ബലോവൈൽ ശ്രീശുഖം പറയാ, ബലരാമന് പിന്നെ മനസ്സിലായി, അല്ല ഇത് ബ്രഹ്മാവ് വന്ന് ഇവിടെ കൃഷ്ണനെ പറ്റിക്കാൻ ചില വേഷം കെട്ട് കാണിച്ചു എന്നാണ് ആദ്യം ബലരാമൻ വിചാരിച്ചത്. പിന്നെയാണ് അല്ല, അത് കൃഷ്ണൻ്റെ ഒരു കളിയാണ്, ബ്രഹ്മാവിനെ മോഹിപ്പിക്കാൻ വേണ്ടി. യാവത് ദർശപവത്സകൽപകവപു യാവൽ കരാഘ്രാധികം യാവത് യക്തി വിഷാണ വേണു ദളശിക് യാവത് വിഭൂഷാംബരൻ യാവൽ ശീലഗുണാഭിധാകൃതി വയ യാവത് വിഹാരാധികം സർവം കൃഷ്ണമയം കൃഷ്ണമയം. ഗോപന്മാർ ചിലപ്പോൾ അമ്മോട് പറഞ്ഞ, അമ്മ ഇന്ന് ഞാൻ വൈകുന്നേരം വരുമ്പോൾ എനിക്ക് ഇന്ന പലഹാരം ഉണ്ടാക്കി വെക്കണം കേട്ടോ, ഇന്ന് പഴം എടുത്ത് വെക്കണം കേട്ടോ എന്നൊക്കെ ഓരോന്ന് പറയാറുണ്ട്. അതൊക്കെ മാറി പറഞ്ഞാലോ? അത് വരില്ല. ശരിക്കുള്ള ഗോപന്മാരും പശുക്കളും ബ്രഹ്മാവ് മറിച്ചിട്ടിരിക്കുന്നു. താൻ സൃഷ്ടിച്ച എല്ലാ ഗോപന്മാരും പശുക്കളും പശുക്കുട്ടികളും അവരെ ഭഗവാൻ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു. എന്താത്? പശുക്കുട്ടികൾ നമ്മുടെ പോലെയല്ലല്ലോ. അവരവരുടെ അമ്മമാരുടെ അടുത്താ ചെന്ന് അമ്മിഞ്ഞ കുടിക്കുള്ളൂ, വല്ലവരുടെ അടുത്ത് പോകില്ല. മനുഷ്യക്കുട്ടികളെ പിന്നെയും ചെയ്താലും പശുക്കുട്ടികൾക്ക് അത് അബദ്ധം പറ്റില്ലല്ലോ. പക്ഷെ ഇവിടെ ഇപ്പോൾ അങ്ങനെയില്ല. ഇവിടെ ഇപ്പോൾ എല്ലാവരോടും എന്തെന്നില്ലാത്ത സ്നേഹം. ഏത് പൈക്കുട്ടിയെ കണ്ടാലും തള്ളപ്പൈ ചെന്ന് മുല കൊടുക്കുക, ഏത് തള്ളപ്പൈൻ്റെ അടുത്തും പൈക്കുട്ടികളെന്ന് മുല കുടിക്കുക. ഇത് കൃഷ്ണൻ പ്രകൃതിയെ സ്വാധീനിച്ച എന്തോ ചെയ്ത വിദ്യയാണ്. അപ്പം ബ്രഹ്മാവ് കൃഷ്ണൻ്റെ അടുത്ത് എന്തോ ചെയ്തു, അത് മനസ്സിലാക്കി. ആ ബ്രഹ്മാവിനെ കണ്ട് 4 തലയും കൂട്ടിപ്പിടിച്ച് ഒരു ഞെക്ക് ഇടിച്ച് കൊല്ലാനുള്ള ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഏട്ടാ, സാഹസമൊന്നും കാണിക്കരുത്, ഏട്ടനറിയാലോ ഞാൻ ബ്രഹ്മാവിനെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്, ഏട്ടൻ മനസ്സിലായില്ല എന്ന് അടിക്കരുത്. ശരി, എന്താ പറ്റുക, ഒക്കെ കൃഷ്ണനാണ്, സർവം കൃഷ്ണമയം എന്ന് ബലരാമന് മനസ്സിലായി. അതുകൊണ്ട് ബലരാമൻ ബ്രഹ്മാവിനെ ഒന്നും ചെയ്യാതെ കണ്ട് ഇരുന്നു. ഇവിടെയോ ഒരു കൊല്ലം അങ്ങനെ ഉണ്ടായി എന്നാണ് ശ്രീശുഖം പറയണത്. ഗോപന്മാരും ഗോപസ്ത്രീകളും ഒന്നും ഇത് അറിയണില്ല. പക്ഷേ ബലരാമന് മനസ്സിലായത് ഇങ്ങനെയൊക്കെയാണ്. ചില ഗോപന്മാരുടെ അന്ന് രാവിലെ പാത്രം കൊണ്ടുപോയവരെ തിരിച്ചു വന്ന് പാത്രം അമ്മയെ ഏൽപ്പിച്ചാൽ ആ അമ്മമാർക്ക് ആ പാത്രം കഴുകി മതിയാവില്ല. ഒരു തവണ കഴുകി വെച്ചു, ഒന്നും കൂടി കഴുകിയേക്കാം എന്ന് തോന്നാത്രേ. ശ്രീകൃഷ്ണനെ എടുക്കുമ്പോൾ ഒന്നും കൂടി എടുക്കണം, ഒന്നുകൂടി ഉമ്മ വയ്ക്കണം, ഒന്നുകൂടി മാറത്ത് ചേർത്ത് പിടിക്കണം എന്ന് തോന്നുന്ന അതേ വികാരം ഈ പാത്രങ്ങൾ എടുക്കുമ്പോഴുണ്ടാവുന്നു. ഇതെന്തൊരത്ഭുതം! അതാണ് സർവം കൃഷ്ണമയം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പാത്രങ്ങൾ ഭഗവാനാണ്, എല്ലാം ഭഗവാന്റെ വേഷങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു ഗോപികൾ. ആനന്ദം അത് നല്ലോണം സകല ആളുകളും പരീക്ഷത്തെ അനുഭവിച്ചു കൊണ്ടിരുന്നു. ഇവിടെ ബ്രഹ്മാവോ എല്ലാവരുടെയും മുമ്പിൽ വന്ന് അബദ്ധമാൻ വയ്യാന്ന് വിചാരിച്ച് പരിങ്ങി നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വടിവായിട്ട് വന്നിരുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വടി വീണു ഉരുണ്ടു എന്ന് ഭഗവാന്റെ പാദത്തിൽ വന്നു നിന്നു. ബ്രഹ്മാവും വീണ് ഉരുണ്ടു വന്ന് ഭഗവാന്റെ പാദത്തിൽ തന്നെ വീണു. പരീക്ഷിത്തെ വടിക്ക് ആദ്യം വീഴാനുള്ള അവകാശം കൊടുത്തു. ബ്രഹ്മാവ് പിന്നാലെ വന്ന് വീണു. കാരണം ഒരു വടിയായിട്ട് ഈ വിനിമാത്തിന് പോകുമ്പോൾ വടി പോയാൽ പിന്നെ അത് ശ്രദ്ധിച്ചെടുക്കാണ്ട് പറ്റില്ലല്ലോ. ഇതുപോലെ ബ്രഹ്മാവ് എന്നുള്ള കാരണമുള്ള വടി ഭഗവാന്റെ പാദത്തിൽ
ആ നിന്തിരുവടിയുടെ പാദത്തിൽ ബ്രഹ്മാവും വീണു. ക്ഷമിക്കണേ, ക്ഷമിക്കണേ, ക്ഷമിക്കണേ. അടിയനോട് നൗമീഡ്യത്തെ പ്രവപുഷേ തടിദംബരായ ഗുഞ്ചാവതം സപരിവിംസലസന്മുഖായ വന്യസ്രജേ കബളവേത്ര വിഷാണവേണുലക്ഷ്മശ്രിയേ മൃദുപതേ പശുവാംഗജായ. പശുക്കുട്ടികളോടും ഗോപന്മാരോടും അവിടുത്തേക്ക് ഇത്രമാത്രം വാത്സല്യമുണ്ട്. ഞാൻ ബ്രഹ്മാവാണല്ലോ, അപ്പം എന്നോടാണല്ലോ അധികം ഇഷ്ടം ഭഗവാന് വേണ്ടത്. അത് കഴിഞ്ഞ് ദേവന്മാരോട്, അത് കഴിഞ്ഞ ഗോപന്മാരോട്, പിന്നെ പശുക്കളോട് വൃന്ദാവനത്തിലുള്ളവരോടോ ഒക്കെ ആയിക്കോട്ടെ എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അതിപ്പോൾ അടിയന് മനസ്സിലായി. ഭഗവാന് എന്ത് അടിയനെ കൊണ്ടൊന്നും കൊള്ളില്ല. ഈ കണ്ട അടിയൻ സൃഷ്ടിച്ച വസ്തുക്കളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന അവിടുത്തെ പണ്ടെങ്ങാനും അടിയൻ എല്ലാം ഭഗവാനാണെന്നുള്ള 4 ശ്ലോകം ഉപദേശിച്ച് ഭാഗവതം 4 ശ്ലോകമായിട്ട് ചതുശ്ലോകി ഭാഗവതമായിട്ട് ഉപദേശിച്ച സമയത്ത് ഓർത്തിട്ടുണ്ടെങ്കിൽ ഓർത്തിട്ടുണ്ടാവും. ഇപ്പം അതൊക്കെ മറന്നു. അടിയന് ഭാഗവതോപദേശം ചെയ്ത് അടിയനെ ബ്രഹ്മാവാക്കി 4 തലയും വെച്ച് ഇവിടെ ഇരിക്കണോ സത്യലോകത്ത് എന്ന് പറഞ്ഞു. സത്യലോകത്തുനിന്ന് വന്നതാണല്ലേ വിചാരിച്ചു. സത്യവ്രതം സത്യപരം ദുർസത്യം സത്യസ്യയോ നിഹിതം സത്യ സത്യസ്യ സത്യമൃത സത്യനേത്രം സത്യാത്മകന്തുവാം ശരണം പ്രപന്നാന്നൊക്കെ അവിടുത്തെ കൃഷ്ണാവതാരത്തിന് മുമ്പ് ഗർഭസ്ഥിതനായ അവിടുത്തെ അടിയൻ വന്നു സ്തുതിച്ചു എന്നൊക്കെ അഹങ്കരിച്ചു. ഡോടോടോ താൻ കുറേ ആയാലും ഈ സത്യ സത്യ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. സത്യലോകത്തിലല്ലേ ഇരിക്കുന്നത്. സത്യലോകത്തിലിരിക്കുന്നത് തനിക്ക് സത്യം എന്താണെന്ന് അറിയോ? അങ്ങനെ ചോദിച്ചപ്പോൾ അറിയോ? ഇല്ല. അതാണ് സത്യം. ബ്രഹ്മാവിന് ഇപ്പം മനസ്സിലായി. സത്യലോകത്തിലിരിക്കണ സത്യവ്രതം സത്യപരം സത്യം എന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കാനൊക്കെ കഴിവുള്ള, വല്ല വാചാലതയോടെ സ്തുതിക്കാൻ കഴിവുള്ള തനിക്ക് ഭഗവാന്റെ മുമ്പിൽ വരുമ്പോൾ ഏതാ സത്യം? സത്യാക്കേ മനസ്സിലാവണില്ലല്ലോ. സത്യസ്വരൂപൻ്റെ കാക്കൽ വീണ് നമസ്കരിച്ചിട്ടും 4 തല കൊണ്ടും മാറി മാറി കാലിൽക്കലിട്ട് ഉരുട്ടിയിട്ടും 8 കണ്ണുകൊണ്ട് ഭഗവാനെ നോക്കിയിട്ടും ഏതാ സത്യം എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അടിയൻ്റെ ബുദ്ധിക്ക് ഇല്ലാതെ പോയില്ലോ. ക്ഷമിക്കണേ, ക്ഷമിക്കണേ, ക്ഷമിക്കണേ എന്ന് ബ്രഹ്മാവ് ഭഗവാന്റെ കാക്കൽ വീണ് കിടന്നുരുണ്ട് പ്രാർത്ഥിച്ചു. പരീക്ഷിത്തെ ലോകത്തിലെ 4 തലയുള്ളൊരു പുഴു ഭഗവാന്റെ കാക്കൽ വന്ന് വീണ പോലെയുള്ള ശ്രദ്ധ പോലും ഭഗവാൻ അപ്പോൾ ബ്രഹ്മാവിന് കൊടുത്തില്ല. ബ്രഹ്മാവ് പ്രാർത്ഥിച്ചു. അടിയന് പല പല മോഹങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് വൃന്ദാവനത്തിലെ സകല ചരാചരങ്ങളോടും അവിടുന്ന് കാണിക്കുന്ന പ്രേമം കാണുമ്പോൾ ഇതിലെന്തെങ്കിലും ഒന്നായിട്ട് വൃന്ദാവനം പറയണില്ല. ഇതിൽ വന്നൊരു ഉല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചു കൊണ്ടിടുവാൻ ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ എന്നാണ് ദേവന്മാർ കരയണത്. അതുപോലെ ബ്രഹ്മാവിനും ഇപ്പോൾ കരയാറായി. വൃന്ദാവനത്തിലെ എന്തെങ്കിലും വള്ളിയോ പൂവോ ചെടിയോ ഇലയോ കായോ മരത്തിൻ്റെ തൊലിയോ പുല്ലോ എന്തെങ്കിലും ആയിട്ട് അടിയനെ ജനിപ്പിക്കുമോ എന്നൊരു പ്രാർത്ഥന ഭഗവാനോട് ബ്രഹ്മാവ് നൽകിയപ്പോൾ ഭഗവാന്റെ മുഖത്തൊരു ഭാവം ഉണ്ടായിത്രേ. ഭക്തശിരോമണി വാഴകുന്നം ഗുരുവായൂരിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അച്ഛനും രാധേളച്ഛനും ഒക്കെ പറഞ്ഞു. വാഴകുന്നം എന്താ പറയാറുള്ളത്? കാക്കൽ കിടന്ന് വൃന്ദാവനത്തിൽ എന്തെങ്കിലുമായിട്ട് എന്നെ ജനിപ്പിക്കുമോ എന്നൊരപേക്ഷ ഭഗവാന്റെ അടുത്ത് സമർപ്പിച്ച ബ്രഹ്മാവിനെ നോക്കി ഭഗവാനൊന്ന് പുഞ്ചിരിച്ചൂത്രേ. എന്താ പുഞ്ചിരിയുടെ അർത്ഥം? ഡോടോ തൻ്റെ സത്യലോകം വിറ്റാ കിട്ടുമോ, അതിനുള്ള പുണ്യം കടന്നു പോവുക എന്ന് ഭഗവാൻ അഭിനയിച്ചു എന്നാണ് ബ്രഹ്മാവിന് തോന്നിയത്. അപ്പം പിന്നെ എത്ര ശ്ലോക ഭാഗവതത്തിലെ വലിയ സ്തുതികളിലൊന്നാണ് ബ്രഹ്മസ്തുതി. അതൊന്നും ഭഗവാനൊരു കൂസലുണ്ടായില്ല. അജാനതാം പദവിയും അവിടുത്തെ അറിയാൻ സാധിച്ചില്ലല്ലോ. അജൻ എന്നൊരു പേര് ബ്രഹ്മാവിനൊക്കെ ഉണ്ട്. ആ അജനായ ബ്രഹ്മാവിന്, അജൻ ഭഗവാനാണ്, ആ ഭഗവാന്റെ മകനായ ബ്രഹ്മാവിനും തേനേ ബ്രഹ്മഹൃദ ഭഗവാൻ തൻ്റേതാകുന്ന പൂർണ്ണമായ അനുഗ്രഹം കൊടുത്തിട്ടും
ഒരു ചുക്കും തനിക്ക് ഭഗവാനെ പറ്റി മനസ്സിലായിട്ടില്ല. വാചാടോപങ്ങൾ 4 തലകൊണ്ടും മാറി 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 നടത്താമെന്നല്ലാണ്ട് അവിടുത്തെ ശ്രീകൃഷ്ണനെ, കാരുണ്യരൂപിയെ, പ്രേമസ്വരൂപനെ മനസ്സിലാക്കാൻ അടിയനായിട്ടില്ലല്ലോ എന്ന കുറ്റബോധത്തോടെ ഇവിടെയുള്ള ഒന്നുമായിട്ട് ജനിക്കാനുള്ള പുണ്യം തനിക്ക് ഏത് കാലത്തും കിട്ടില്ല എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് സത്യലോകത്തിലേക്ക് പരീക്ഷിത്തെ ബ്രഹ്മാവ് മടങ്ങി. അപ്പോൾ ബ്രഹ്മാവിനെ അനുഗ്രഹിച്ച കഥയായിട്ടാണ് പറയാറുള്ളത്. അതിങ്ങനെയൊക്കെയാണ് അനുഗ്രഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബ്രഹ്മാവിനെ അനുഗ്രഹിച്ച കഥ പറഞ്ഞ് പിന്നെ ശ്രീ ശുഖബ്രഹ്മർഷി ഏവം വിഹാരൈ കൗമാരൈ കൗമാരബ്ധൃതി നിലായനൈ സേതുബന്ധേർ മർക്കടോൽപ്ലവനാദിഭി. അതിൽ രണ്ടർത്ഥം പറയാം. ഒരു മർക്കടോൽപ്ലവനം നടത്തി ശ്രീശുവനും. ഭഗവാൻ ലീലകളിൽ മർക്കടോൽപ്ലവനം നടത്തുക. വേഗം 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 വേഗം. അയ്യോ, മധുരാലീല, രുക്മിണി സ്വയംവരം തുടങ്ങി ദശമസ്കന്ധത്തിലെ 90 അധ്യായത്തിലെ കഥകളും അങ്ങനെ നീണ്ടു നീണ്ടു പോകാനുള്ളതാണ്. അപ്പം ഇവിടെ തന്നെ വൃന്ദാവനത്തിൽ എന്തിൻ്റെ കഥ പറയാനിരുന്നാലും അങ്ങനെ അവിടെ നിൽക്കും, തീരില്ല. പറഞ്ഞ് ഉരുമ്പ കെട്ടിയ കഥ പറഞ്ഞാലും ബ്രഹ്മാവ് വന്ന പറഞ്ഞ കഥ ആണെങ്കിലും അതുപോലെ പാമ്പിനെ കൊന്ന കഥയാണെങ്കിലും അവിടെ നിൽക്കും. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കഥകളിൽ കൂടെ വിഹാരൈ കൗമാരൈ കൗമാരപ്രായം കഴിഞ്ഞു. ഇനി തതശ്ച പൗഗണ്ഡവയ, ഭഗവാന് പൗഗണ്ഡ വയസ്സായി. അപ്പോൾ 6 വയസ്സ്, 7 വയസ്സ്, 8 വയസ്സ്, 9 വയസ്സ്, 10, 11, 12 പൂവായി എന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ 5 വയസ്സ് കഴിഞ്ഞ് പിന്നത്തെ കാലഘട്ടങ്ങളെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ പുറപ്പെടാറായി. മധുരയിലേക്ക് പോകണം, അവിടെ കംസോധാദികൾ കഴിക്കണം, അപ്പോഴേക്കും പിന്നെ രുക്മിണി സ്വയംവരത്തിന് തയ്യാറാവണം. ഇങ്ങനെ ഒക്കെ പ്ലാൻ ചെയ്താണ് ഭഗവാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ കാലത്തിനോട് നിൽക്കൂ എന്ന് പറയാനുള്ള കഴിവുണ്ടായിട്ടും അത് പറയണ്ട എന്ന് വിചാരിച്ച് ഭഗവാൻ പുറപ്പെടുകയായി. അപ്പോൾ പൗഗണ്ഡ വയസ്സുകാരനായ ഭഗവാന്റെ ഒപ്പം ബലരാമേട്ടനുണ്ട്. തനിക്ക് വലിയ കാര്യമായിട്ട് ഒന്നും അവസരം തന്നിട്ടില്ല കൃഷ്ണൻ എന്നൊരു തോന്നൽ അവിടുത്തെ ഉള്ളിലുണ്ട് ബലരാമേട്ടന്. കുട്ടിക്കാലത്തൊക്കെ മരുന്ന് കിടക്കുമ്പോൾ കൃഷ്ണൻ കമന്ന ബലരാമേട്ടനും കമിഴും, കൃഷ്ണൻ നീന്താൻ തുടങ്ങിയാൽ ബലരാമേട്ടനും നീന്തും, കൃഷ്ണൻ പൈക്കുട്ടികളുടെ വാല് പിടിച്ചാൽ ബലരാമേട്ടനും പൈക്കുട്ടികളുടെ വാല് പിടിക്കും. തനിക്കായിട്ടൊരു അബദ്ധം പറ്റരുതെന്ന് വിചാരിച്ചൊക്കെ കൃഷ്ണൻ കാണിച്ചതുപോലെ കാണിച്ചു. ഇവിടെ ഇപ്പോൾ തനിക്കാണെങ്കിൽ ഇതുവരെ ഒന്നും കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഇപ്പോൾ ഗോപന്മാർ വന്ന് പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ, ഇവിടെ ധാരാളം പഴങ്ങളുണ്ട്, അത് ഞങ്ങൾക്ക് പറിച്ച് തിന്നണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് പറിച്ച് തിന്നതേ? അയ്യോ, അവിടെ വലിയൊരു അസുരണ്ട് കൃഷ്ണ, ഞങ്ങൾക്ക് പേടിയാ, പറിച്ച് തിന്നാൻ പോയാൽ അവൻ ഓടി വന്നെങ്കിലോ എന്ന്. ആട്ടെ, അവിടെ ഒരാളിരിക്കണില്ലേ തറയമ്മിൽ, അവിടെ ചെന്ന് പറയൂ, ഭാണ്ഡീര കവടത്തിൻ്റെ തറയമ്മിൽ ബലരാമൻ കാലും ആട്ടി ഇങ്ങനെ ഇരിക്കുക. അപ്പം ഗോപന്മാരൊക്കെ പാടെ രാമ രാമ മഹാബാഹോ. ബലരാമൻ ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടത്ര. രാമൻ ഇങ്ങനെ കയ്യൊക്കെ കുലുക്കി കേമനാണെന്ന് നടിച്ചിരുന്നാൽ പോരാ, ഞങ്ങൾക്ക് ഇതുവരെ രാമേട്ടൻ ഒന്നും തന്നില്ലല്ലോ. ഇവിടെ നിറയെ പഴണ്ട് രാമേട്ട, അതൊന്ന് ബലരാമേട്ടൻ ഞങ്ങൾക്ക് പറിച്ചു തരണം. പക്ഷേ അവിടെ ഒരു അസുരണ്ട്, അതുകൊണ്ട് രാമൻ പോകുമ്പോൾ കൃഷ്ണൻ പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ വന്ന് പറയണം, ശ്രദ്ധിക്കണം. ബലരാമന് തോന്നി ഇത് കൃഷ്ണൻ പറഞ്ഞനുസരിച്ച് അവർ തനിക്ക് ഒരവസരം തന്നതാണ് എന്ന് മനസ്സിലാക്കിയ ബലരാമൻ അവിടുന്ന് അതിനെന്താ എന്നും പറഞ്ഞ് ചെന്നിട്ട് കരിമ്പനകൾ നിൽക്കുന്നുണ്ട്. അത്രേ പരീക്ഷിത്തെ അനവധി 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 കരിമ്പനകൾ അവിടുത്തെ ആ നീട്ടിയ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചപ്പോൾ എത്ര ഉണ്ടായതിൻ്റെ ഉള്ളിൽ അത് എണ്ണാൻ പറ്റുമോ? പറ്റില്ല. ആ അനന്തൻ എന്നാണ്, അനന്ത ബലനാണ് ഭഗവാൻ ബലരാമൻ. അപ്പോൾ അവിടുത്തെ നീണ്ട അനന്ത സ്വരൂപൻ്റെ നീണ്ട കൈകളെ കൊണ്ട് അനവധി അനവധി കരിമ്പനകൾ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് ഒരു കുലുക്കൽ കുലുക്കി. നമ്മൾ കുട്ടികളെ അങ്ങോട്ടും കൂടി കളിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, ആ മരം പിടിച്ച് തല കുലുക്കാൻ പറ്റുമോ നിനക്ക്? ഓ അതിനെന്താ, മരം പിടിച്ചു തല കുലുക്കി, അല്ലാണ്ട് എന്താ ചെയ്യുക? മരം പിടിച്ച് തല കുലുക്കാമോ എന്നല്ലേ ചോദിച്ചു. എൻ്റെ തല ഞാൻ മരത്തുമ്പോൾ പിടിച്ചു, ഞാൻ എൻ്റെ തല കുലുക്കി, മരത്തിൻ്റെ തല കുലുക്കാമോ എന്ന്? അത് പറ്റില്ല. കഴിഞ്ഞു. എന്നാൽ ബലരാമനില്ല, സ്വന്തം തല കുലുങ്ങാതെ മരങ്ങളുടെ കരിമ്പനകളുടെ മുഴുവനും കൂട്ടിപ്പിടിച്ച ശക്തിയിൽ അവയുടെ തല മുഴുവനും ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞൊന്ന് താഴെ വീണു. തതശ്ച അപ്പം ആ കള്ളൻ അസുരനും
ആരടാ എൻ്റെ സാമ്രാജ്യം നശിപ്പിക്കാൻ വന്നത് എന്നും പറഞ്ഞ് കഴുതയുടെ വേഷത്തിൽ ഒരസുരൻ. ബലരാമനുണ്ടോ വല്ല കൂസലും? ബലരാമൻ അവൻ്റെ കാല് പിടിച്ചിട്ട് 4 പാടും കൊണ്ട് ചുറ്റിച്ചു കുറേ നേരം. കഴുതക്കാല് പിടിക്കുക എന്നൊക്കെ നമ്മളിന്ന് പറയാറുണ്ട്, രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ചും. അതുപോലെ ബലരാമന് തൽക്കാലം ചെയ്യാം, നിൻ്റെ കാല് പിടിക്കേണ്ടി വന്നു എന്നിട്ട് ചുറ്റിച്ച് ഒരൊറ്റ ഏറങ്ങൾ എറിഞ്ഞതോടെ പരീക്ഷത്തെ ആ കഴുതയുടെ ശരീരം അനവധി കരിമ്പനകളിൽ തട്ടി കഷ്ണമായിട്ട് വീണു. പർവ്വതെടുത്തെറിഞ്ഞതുപോലെ അവൻ്റെ ശരീരം എടുത്തെറിഞ്ഞതേ. അപ്പോൾ കരിമ്പനകളും ഛിന്ന ഭിന്നമായി ചതച്ചരച്ച് കൂട്ടിയ പോലെയായി. അവനും കരിമ്പനകളും ഒക്കെ പാടെയുള്ള കാടിൻ്റെ ഒരു പ്രത്യേകത ശിശുക്കം പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ, എല്ലാവർക്കും കരിമ്പനപ്പഴങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായി കൊണ്ടുപോകാം. ഓരോരുത്തരും അവരവരുടെ തലയെ കെട്ടിയിരുന്ന മുണ്ടൊക്കെ വിരിച്ചാലിക്ക് കൃഷ്ണനടുത്തോളം കരിമ്പനപ്പഴങ്ങളുമായി ആർത്ത് വിളിച്ചുപോയി. ഇന്ന് രാമേട്ടൻ ധേനുകാസുരനെ കൊന്നു, കരിമ്പനപ്പഴങ്ങൾ തിന്നു. ശ്രീശുഖം പറയാ, പരീക്ഷത്തെ കരിമ്പനപ്പഴങ്ങൾ തിന്നാൽ കുറേശ്ശെ ലഹരി ഉണ്ടായി എന്ന് വരും. അതുകൊണ്ട് അത് കണ്ടാൽ തോന്നും കുട്ടികളുടെ വരവും ഇതൊക്കെ പോട്ടെ, ഭഗവാന്റെ ലീലയില. ആ കരിമ്പനപ്പഴത്തിൻ്റെ ലഹരി തലക്ക് പിടിച്ചതുകൊണ്ടാണോ പാമ്പിനെ കണ്ടപ്പോൾ പാമ്പിൻ്റെ മുകളിൽ കയറി ചാടി തുള്ളിയത് എന്ന് തോന്നാം എന്ന് ഭക്തന്മാർ ഗുരുവായൂരിൽ അനുസ്മരിക്കാറുണ്ട്. എന്തായാലും ഭഗവാൻ ഗോപന്മാരോടുകൂടി തിരിച്ചു വരണത് നോക്കി നിൽക്കുന്നുണ്ട്. അത്ര എന്നും ഭഗവാൻ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ? നോക്കണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. തം ഘോരജുരിത കുന്തള ബദ്ധബരിഹവന്യപ്രസൂന രുചിരക്ഷണചാരുഹാസം. ഭഗവാനെ കാത്തു നിൽക്കുന്ന ഗോപസ്ത്രീകൾ വേണം ഗുണന്തമനുഗൈരനുഗീത കീർത്തിം ഗോപ്യ ദിദൃക്ഷിതദൃശോഭ്യകമൻ സമേതാഹ. ഓടക്കൊണ്ട് വരണു, ഗോപന്മാരുടെ ശബ്ദം കേൾക്കാനുണ്ട്, പശുക്കളൊക്കെ വാരും പൊക്കി ചാടിത്തുള്ളി വരുന്നുണ്ട്. ഗോപസ്ത്രീകൾക്ക് വൈകുന്നേരമായാൽ ഒരു ഉത്സാഹ, കാട്ടുപോയ കൃഷ്ണനെ തിരിച്ചു വരണത് കാണാലോ. വരിയായിട്ട് ഗോപസ്ത്രീകൾ അങ്ങനെ നോക്കി നിൽക്കും. ചിലർ വിറക് കൊണ്ടുവരാൻ പോയവരുണ്ടാവും, വെള്ളം കൊണ്ടുവരാൻ പോയവരുണ്ടാവും. എങ്കിലും വരിയായിട്ട് തന്നെ കാത്തു നിൽക്കുന്ന ഗോപികളുടെ ഇടയിൽ കൂടിയാണ് ഭഗവാൻ അകത്തേക്ക് പോവുക. പീത്വാമുകുന്ദമുഖസാരഘം അക്ഷ്യഭൃംഗൈ സ്ഥാപം ജഹുർവിരഹജം വ്രജയോഷിതോന്നി. ഇനി കുറച്ചു നേരം കൃഷ്ണനെ കാണാലോ. രാവിലെ ആയാൽ വീണ്ടും പോവും കാട്ടിലേക്ക്. എന്താപ്പം ചെയ്യുക? പിന്നെ വൈകുന്നേരം വരെ കൃഷ്ണൻ വരണത് കാത്തു നിൽക്കണം. എന്നാലും നമുക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞ് കാട്ടിലേക്ക് അങ്ങോട്ട് പോവാം. അല്ലാണ്ട് ഇപ്പം എന്താ? ഗോപികൾ തീരുമാനിച്ചു, കൃഷ്ണൻ രാവിലെ കാട്ടിലേക്ക് പോയാൽ ഞങ്ങളും എന്തെങ്കിലും കാര്യങ്ങളും പറഞ്ഞ് കാട്ടിലേക്ക് പോവും. അവിടെ കൃഷ്ണലീലകൾ ചിലത് കാണാലോ. അതാണ് ഗോപികളുടെ യഥഭംഗമോക്ഷം. ഭഗവാന്റെ കാരുണ്യത്തിനും കടാക്ഷത്തിനും പുഞ്ചിരിക്കും വേണ്ടി കാത്തു നിൽക്കുന്ന ആ മനസ്ഥിതി ഇവിടെ ശ്രീശുഖൻ ഭാഗവതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. ഭഗവാനോ ഗോപന്മാരോടുകൂടി ആർത്തുപൊരിച്ച് കളിച്ചു വന്ന അമ്മോട് അന്നത്തെ കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് കെത്തച്ച് പറയുന്നു. പതുക്കെ പറയൂ ഉണ്ണി, ഇന്ന് അമ്മേ ഏട്ടനാണ് കരിമ്പനപ്പഴം എല്ലാവർക്കും കൊടുത്തത്. ഏട്ടൻ കരിമ്പനകളൊക്കെ ഇല്ലാണ്ടാക്കി എന്നൊക്കെ പറയും, ഏട്ടനെ പുകഴ്ത്തി. അതിൻ്റെ ഇടയിൽ ആവശ്യം എന്താ, അത് കാറ്റിന് ഊണ് കഴിക്കാമെന്നും പറഞ്ഞ് പുറപ്പെട്ടിട്ട് ഇന്ന് ഏട്ടൻ പോരണ്ട അമ്മേ ഞങ്ങളുടെ കൂടെ എന്ന് റിക്വസ്റ്റ്. ഭഗവാൻ എന്താ ചെയ്യുക? പറയാൻ പറ്റുമോ? ഏട്ടന്ന് ഞങ്ങളുടെ കൂടെ പോരണ്ട അമ്മേ. ചെറിയ വല്യമ്മോട് പറയാം, വല്യമ്മ ഏട്ടന് ചൂടുണ്ട്, തലയ്ക്ക് പനിയുണ്ടെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് ഏട്ടന്ന് വരണ്ട. ഏട്ടൻ പാവം പുറപ്പെട്ട ആളെ കൃഷ്ണന് എന്തോ ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കി സൗമ്യനായിട്ടും മിണ്ടാതെ അവിടെ ഇരുന്നു. അമ്മ പറയണ പോലെ ഏട്ടൻ്റെ അമ്മേ, ഏട്ടനെ നല്ലോണം നോക്കണുണ്ടോ, വേണമെങ്കിൽ ഇത്തിരി ചന്ദനമൊക്കെ നെറ്റിയിട്ടിട്ടോളൂ എന്നൊക്കെ അങ്ങോട്ട് ഉപദേശം കൊടുത്ത് ഓമാന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ. എന്തിനാ രാമനെ കൂടാതെ പോണത്? നമുക്ക് ആലോചിച്ചാൽ അറിയണം. അടുത്ത കഥ കാളിയമർദ്ദനാണ്. അപ്പോൾ പാമ്പിൻ്റെ തലയിൽ തുള്ളിച്ചാടാനാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ കാളിയമർദ്ദനത്തിന് പോകുമ്പോൾ ഏട്ടൻ നോക്കി നിൽക്കുക, ഏട്ടൻ്റെ വംശത്തിലുള്ള ഒരാളുടെ തലമണ്ടയ്ക്ക് ഇങ്ങനെ ഇട്ട് ചവിട്ടുക, അതൊരു മാന്യതയല്ല. അതുകൊണ്ട് ഏട്ടനെ നിർബന്ധപൂർവം പോരണ്ടെന്ന് പറഞ്ഞ് നിർത്തി.
കാട്ടിലെത്തി കടമ്പ് വൃക്ഷത്തിലേക്ക് ഭഗവാനിതാ കൂട്ടുകാർ നോക്കി നിൽക്കെ മരത്തിൻ്റെ മുകളിൽ കയറി ചാടി വെള്ളത്തിലേക്ക്. അവന്മാർ വിളിച്ചു പറയണ്ട, ആറ്റിലേക്ക് അച്യുതാ ചാടല്ലേ കാട്ടിലെ പോയി നീന്താം, ഇവിടെ കാളിയം പാർപ്പുണ്ട്. ഗോപന്മാർ പറഞ്ഞിട്ടും കൂട്ടാക്കാതെയാണ് ഭഗവാൻ ചാടിയത്. ഏറ്റുണ്ടെങ്കിൽ സമ്മതിക്കുമോ? ഭഗവാൻ ചാടി. അപ്പോഴോ അവിടെ കാളിയൻ കാത്തു കിടക്കുക. അപ്പോൾ കാളിയൻ ഭഗവാനെ ചുറ്റി വെള്ളത്തിലേക്ക് താത്താനുള്ള ശ്രമ. ഭഗവാനുണ്ടോ വല്ല കൂസലും? ഭക്തശ്രവണി വാഴകുന്നത്തിൻ്റെ പാട്ടിനുണ്ട്. ചുറ്റിക്കെട്ടിട്ടപ്പോൾ ഉടനെന്തോ ചെയ്തിട്ടുടലൂരിക്കേറി പടങ്ങളിലന്നിൽ തുടങ്ങി നൃത്തവും. കാളിയൻ്റെ കെട്ടിൽ നിന്ന് ഭഗവാൻ കൊണ്ട് ഊരിപ്പോന്നു. ചെറുതായിതാന്നാ തോന്നുക, അതോ വലുതായി അവന് പൊട്ടും തോന്നിയിട്ട് പിടിച്ചതോ. അവൻ പണങ്ങളെ കൊണ്ട് കൊത്താമെന്നപ്പോൾ ഒരു പണം പിടിച്ചു താത്തി അവൻ കയറി. അപ്പം അവൻ വാല് കൊണ്ട് വന്ന് കഴുത്തി ചുറ്റി എറിയാൻ ശ്രമിച്ചു. വാല് കൊണ്ടുവന്നപ്പോൾ ഭഗവാൻ വാല് പിടിച്ചു. ഇടത്തെ കൈ കൊണ്ട്. വലത്തെ കൈ കൊണ്ട് ആരെയും ഓടക്കോളെടുത്ത് അതിമനോഹരമായിട്ടുള്ള നൃത്തം. അതിരുഹ്യതപണിരാജഭണാൻ തന്ത്രേ ഭവതാമൃതുപാദരുച കളശിഞ്ചിതരൂപുരമഞ്ജുമിഴൽ കരകങ്കുല സങ്കുല സങ്കുണിതം ജഹൃഷു പശുപാത്തുമുനയ വവൃഷു പുസുമാനി സുരേന്ദ്രഗണ ത്വയി നൃത്യതിഹൃതഗേഹപതേ. പട്ടേരിപ്പാട് തുള്ളിച്ചാടി കളിച്ചു. അപ്പോൾ ഗുരുവായൂരപ്പൻ ചോദിച്ചതേ, അപ്പോൾ പട്ടേലിയുടെ കാലും വിട്ട പാദോ? ഓ, അത് പരിവാഹിസമാം ത്വമദാന്തഗതാൽ. പാദം മാറ്റണേ എന്ന് എല്ലാ വരിയിലും എല്ലാ 10 ശ്ലോകം ആവുമ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഇത് മറന്നു. അപ്പോൾ ഭഗവാൻ ഓർമ്മിപ്പിച്ചു, പാദം മാറ്റണേന്ന് പറഞ്ഞില്ല. സന്തോഷം കൊണ്ട് എന്തായാലും അതും കൂടി പറഞ്ഞിട്ടാണ് കാളിയമർദ്ദനം മനോഹരമാക്കിയത്. കാളിയൻ്റെ തലയിൽ തുള്ളിക്കളിച്ചിരുന്ന ഉണ്ണികൃഷ്ണനെ ഗോപന്മാർ സസന്തോഷം കാളിയപത്നികൾ വന്ന് ഭഗവാനെ സ്തുതിച്ച് ഞങ്ങളുടെ ഭർത്താവിനെ കൊല്ലാണ്ട് വിട്ടുതരണേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ജയാ ജയാ എന്നു വിഹത്തിൽ വിണ്ണോരും കരത്തിൽ നാഗസ്ത്രീ ചയമൂടിനാൻ. അപ്പോൾ നാഗസ്ത്രീ ചയങ്ങളെ വെള്ളത്തിൽ ഞങ്ങളുടെ ഭർത്താവിനെ കൊല്ലരുത് എന്ന് അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ നൃത്തം നിർത്തി കൈകൊണ്ട് തലോടിക്കൊടുത്തു. ഗരുഡൻ വന്ന് നിന്നെ ഉപദ്രവിക്കുന്നു വിചാരിച്ചാണ് നീ ഇവിടെ വന്ന് കൂടുന്നത്. സൗഭരി മഹർഷി ഗരുഡൻ ഇവിടെ വന്നാൽ തല പൊട്ടിത്തെറിക്കുന്നത് ശപിച്ചതുകൊണ്ട് അല്ലേ? നിന്നോട് പറയണു, ഞാൻ നിനക്ക് എവിടെ ചെന്നാലും നീ ഗരുഡ ഭയം വേണ്ട. ഗരുഡൻ വരുമ്പോൾ നിൻ്റെ തലയിൽ ഞാൻ എല്ലാ കടലാസിലും സീലടിച്ചു കൊടുക്കുക എന്നൊക്കെ പറയണില്ല ഇന്ന്. അതുപോലെ എല്ലാ കടങ്ങളിലും പാദമുദ്ര തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് ഗരുഡൻ വന്നാൽ തൊട്ട് തലയിൽ വെച്ച് പോവുകയുള്ളൂ, ഗരുഡനെ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ് അയച്ചു. ഇതാണ് നമ്മളെ ഏതൊക്കെ പദ്ധതികൾ തന്നാണ് ഭഗവാൻ അനുഗ്രഹിക്കണത് എന്ന് നമ്മളെപ്പോലെയുള്ള കാളിയന്മാർ പലപ്പോഴും അറിയാറില്ല. വിഷം വമിച്ച് മറ്റുള്ളവർക്ക് പോലും നിൽക്കാനാവാത്ത ഉപദ്രവം നമ്മൾ പിന്നെയും കേമത്വം കൊണ്ടുണ്ടാക്കും. അവനോന്ന് വെച്ചില്ലെങ്കിലും ഭാര്യമാർ പറയുമ്പോഴെങ്കിലും മനസ്സിലാക്കരുതേ, കാളിയൻ ആ വകതിരിവ് ഈശ്വരാധീനം കൊണ്ടുണ്ടായി. ഭാര്യമാർ പറഞ്ഞു, ഈശ്വരനാണ് തലയിൽ നൃത്തം വെക്കണത്. അങ്ങനെയൊക്കെ ഭാരം എന്ന് തോന്നരുത്. ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് ഗരുഡനെ പോലും അതിജീവിക്കാവുന്ന കേമനായി കാളിയൻ അല്ലേ? ഗരുഡൻ വന്നാൽ കാളിയൻ തല താത്തി കൊടുക്കും. അപ്പോൾ ഗരുഡൻ ആ തല തൊട്ട് ബന്ധിക്കും. തൻ്റെ യജമാനൻ ഭഗവാന്റെ പാദങ്ങളാണ് കാളിയൻ്റെ തലയിൽ. അപ്പം ഇങ്ങനെ ദുഷ്ടന്മാരായ ആളുകളെ, ശത്രുതകളുള്ള ആളുകളെ ശത്രുതകളെ മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ ഗുരുവായൂരപ്പൻ. അതാണ് ഭഗവാന്റെ കഥകളിലെ ഏറ്റവും സൂക്ഷ്മമായ ആ മാധുര്യം. അതിവിടെയും നമുക്കിതാ കാണിച്ചു തന്നു. പിന്നെ വളരെ പ്രസിദ്ധമായ കഥ പറഞ്ഞത്, കാട്ടിൽ ചെന്ന് ഊണുകൾ കഴിക്കണതിൻ്റെ ഇടയ്ക്ക് പ്രളംബൻ എന്നൊരു അസുരൻ അവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. അന്ന് ഏട്ടൻ്റെ അഭിപ്രായം ചോദിച്ച് അവനോടുകൂടി തമ്മിത്തല്ലാൻ ഭഗവാൻ ഒരു പുതിയ പ്ലാൻ ഇട്ടു. എന്താ അത്? ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചു കളിക്കാം, ഗുസ്തി. അപ്പോൾ ഏട്ടൻ്റെ പാർട്ടി, കൃഷ്ണൻ്റെ പാർട്ടി, രാമകൃഷ്ണ പാർട്ടികളായിട്ട് അവിടെ മാറി. ഓരോരുത്തർക്കും ഓരോ ഇല്ലാത്ത പേരുകളൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രീതാമാവ്, ഞാൻ കൃഷ്ണൻ്റെ പാർട്ടി അല്ലടോ,
ബലരാമൻ്റെ പാർട്ടിയാണ് നമ്മളിരുന്നു. അപ്പോൾ രാമൻ്റെ പാർട്ടിയും കൃഷ്ണൻ്റെ പാർട്ടിയും കൂടി തല്ലുമ്പോൾ കള്ളൻ പ്രളംബാസുരം വന്നിട്ടുണ്ട് ഗോപൻ്റെ വേഷത്തിൽ. നീ ആരോടാ തല്ലണേ? ബലരാമൻ ഇറങ്ങിച്ചെന്നു. ബലരമ്പലം ബലരാമനും കൂടി ശ്രീകൃഷ്ണൻ ശ്രീതാമാവിനോടുകൂടി ശ്രീതാമാവിൻ്റെ രണ്ടടി ഏറ്റ് തോറ്റു. എന്നെ ഈ അടിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ വരട്ടെ, താനീ എല്ലാവരെയും തോൽപ്പിക്കുന്നല്ലാണ്ട് എന്നെ തോൽപ്പിക്കാൻ തനിക്ക് പറ്റുമോ? എന്താ ഈ ശ്രീതാമാവ്? ഇപ്പം എന്താ എടുത്തുകൊണ്ട് പോകണം. ശ്രീതാമാനമധത്താ പരാജിത ഭക്തദാസതാം പൃഥയൻ. പട്ടേലിയുടെ ക്യാമറ അത് പ്രത്യേകം ഗുരുവായൂർ ചുമരിലുള്ള ചിത്രങ്ങളിലുള്ള ശ്രീതാമാവിനെ കഴുത്തിനെടുത്ത് വെച്ചുകൊണ്ട് ഭഗവാൻ പാവം ശ്രീകൃഷ്ണൻ പോണത്. അപ്പോൾ പ്രലംബൻ എന്ന അസുരൻ ബലരാമനോട് അടിച്ച് തോറ്റപ്പോൾ എന്തായി? ബലരാമനെ എടുത്തുകൊണ്ട് നടക്കണം. ആ തറയമ്മിൽ കൊണ്ടുവന്ന് വെക്കണം. അതാണ് നിയമം. ഭാണ്ഡീരക വടം. ഇന്നും മുദ്രയിൽ പോയവർക്ക് അതൊക്കെ കാണാം. ഭാണ്ഡീരക വടം. അവിടേക്ക് ബലരാമനെ എടുത്ത് ചുമലിൽ വെച്ച് പുറപ്പെട്ട പ്രലംബന അസുരൻ കംസൻ്റെ മന്ത്രിസഭയിലെ ഒന്നാമനാ. അവൻ ആലോചിച്ചു, എടുത്തുകൊണ്ട് കംസൻ്റെ മുമ്പിൽ ചെന്ന് നാളികേരം എറിയണ പോലെ എറിഞ്ഞൊട്ടയ്ക്കാം ഈ രാമന് എന്ന് വിചാരിച്ച് പറന്നു. അവൻ്റെ കൂറ്റൻ മഴക്കാറ് പോലെയുള്ള ശരീരത്തിൽ കഴുത്തിലിരുന്ന ബലരാമനോ താഴേക്ക് നോക്കി. ബലരാമനോട് ശ്രീകൃഷ്ണൻ കണ്ണുകൊണ്ട് കാണിച്ചതാണ് മേടിക്കോളാൻ. അപ്പം ബലരാമന് കാര്യം മനസ്സിലായി. അവൻ്റെ പർവ്വതം പോലെയുള്ള കഴുത്തിലിരുന്ന് ഒരൊറ്റയിട്ടി തലമണ്ടയ്ക്ക് തല പൊളിഞ്ഞ് അവൻ്റെ കഷ്ണം കഷ്ണമായിട്ട് വീണു. നാളികേരം എറിഞ്ഞ് ഉടയ്ക്കണ പോലെ എന്നുള്ളത് എടുത്ത ആളാണ് പൊട്ടിത്തെറിച്ച് വീണത്. ബലരാമൻ താഴേക്ക് ഇറങ്ങി വന്നു. ഗോപന്മാർക്ക് ശ്രീകൃഷ്ണൻ കാണിച്ചു കൊടുത്തു. കണ്ടില്ലേ ആ മേഘം പോലെയുള്ള അസുരനെ തെറിപ്പിച്ച് ഏറ്റവും താഴേക്ക് വന്നത്? ഏറ്റവും കഴിഞ്ഞു. ആരിലേക്ക് സപ്രേമണ താവൻ മിളിതൊരിയുവയോ. പ്രളംബനെ കൊന്ന് തിരിച്ചു വന്ന ബലരാമനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ രണ്ടുപേരുടെയും ഒപ്പം ശിരസിലേക്ക് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥകൾ പിന്നെയും ശ്രീശുഖബ്രഹ്മർഷിത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ കാറ്റിലുള്ള ഓടക്കുഴൽ വിളി, പ്രകൃതിയുടെ മനോഹരമായ വർണ്ണന. ഓടക്കുഴൽ വിളി കേട്ട് ഗോപസ്ത്രീകൾ കാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞല്ലോ. അവർ ഉള്ളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഭഗവതിയോട്, ജഗദംബികെ, ഞങ്ങൾക്ക് ഭഗവാനെ കൃഷ്ണനെ സ്വന്തം ഞങ്ങളുടെ ഉണ്ണിയായിട്ട് കിട്ടണം. ആ പ്രാർത്ഥന ഭഗവതി കേട്ടു. സ്വന്തം ഉണ്ണിയായിട്ട് കിട്ടണച്ചാൽ എന്താ? പതിമ്മേ ഗുരു തേ നമ. അതാ അവർ പ്രാർത്ഥിച്ചത് ഭഗവതിയുടെ മുമ്പിൽ. ഞങ്ങൾക്ക് ഭർത്താവായിട്ട് കിട്ടണം കൃഷ്ണനെ. ഭഗവാനോട് അനുവാദം ചോദിക്കാതെ ഭഗവതിക്കൊന്നും പറയാനില്ല. അതൊക്കെ ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്ന് ഭഗവതിയോട് പറഞ്ഞു. ഞാൻ പ്രത്യക്ഷപ്പെടണോ ഏട്ടാ അവരുടെ മുമ്പിൽ? ശിവ ശിവ ശിവ. പഞ്ചമസ്കന്ധത്തിൽ പറയാനില്ലേ, ഭഗവതി ഗോപസ്ത്രീകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഭദ്രകാളി ആയിട്ട് തുള്ളിക്കൊണ്ട് വന്നാൽ ഗോപസ്ത്രീകളൊക്കെ പേടിച്ചോടും. ഭഗവാൻ പറഞ്ഞു, നീ ഭദ്രകാളി പ്രത്യക്ഷപ്പെടണ്ട, ഞാൻ ശരി ഭദ്രകാളിയും സമാനർച്ചുഭൂയാൻ നന്ദസുതപ്പതി. ഭദ്രകാളി നീ പ്രത്യക്ഷപ്പെടണ്ട, ഞാൻ പ്രത്യക്ഷപ്പെട്ടോളാം. ഭഗവാൻ അവരുടെ വസ്ത്രമൊക്കെ എടുത്ത് മരത്തിൻ്റെ മുകളിൽ വെച്ചു. ഗോപികൾ കുളിക്കുന്ന സമയത്ത് എന്നിട്ട് ഓടക്കുഴൽ വിളിച്ചു, അവരെ ആകർഷിച്ചു. കൃഷ്ണ, ഞങ്ങളുടെ വസ്ത്രം തരൂ. ഓ, നിങ്ങളുടെ വസ്ത്രമായിരുന്നു അല്ലേ? തരാം, പക്ഷേ എല്ലാവരും എന്നെ വന്ന് നമസ്കരിക്കണം. അവിടെ പൂജിച്ചു എന്നൊക്കെ കണ്ടുവിടോ. എന്നെ പൂജിക്കൊന്നും വേണ്ട, നമസ്കരിച്ചാൽ ഞാൻ വസ്ത്രം തരാം. അപ്പോൾ ഗോപസ്ത്രീകൾക്ക് കാര്യം മനസ്സിലായി. അവർ ചെന്ന് നമസ്കരിച്ചു. ഭഗവാൻ അവർക്ക് വസ്ത്രം കൊടുത്തു. അവരോട് പറഞ്ഞു രാസലീല വരാൻ പോകുന്ന കാര്യം. അപ്പോൾ അവർ സസന്തോഷം കൃഷ്ണനെ കിട്ടി എന്ന സന്തോഷത്തോടെയാണ് പരീക്ഷിത്തെ ഭഗവതി കൊടുത്ത ഭഗവാൻ കൊടുത്ത വസ്ത്രം വാങ്ങി സ്വീകരിച്ചത്. അപ്പോൾ ശരീരമാകുന്ന വസ്ത്രം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനുള്ളതാ? ഭാഗവത സ്വരൂപനായ ഭഗവാനോട് കൂടെ രാസലീല ആടാനാണ് എന്നുള്ളത് മറക്കരുത് എന്ന് ഭാഗവതം നമുക്കിതാ കാണിച്ചു തന്നു. പിന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വിപ്രപത്നി മോക്ഷം പറഞ്ഞു. എന്താ അത് വിപ്രപത്നി മോക്ഷത്തിൻ്റെ പ്രത്യേകത? ഭഗവാൻ കൂട്ടുകാരോട് കൂടി കളിക്കുമ്പോൾ കുട്ടികൾക്ക് വിശക്കണോ എന്ന് പറയുക. ഭഗവാൻ പറഞ്ഞു, ഇവിടെ അടുത്ത് പുക കാണാനുണ്ട്. അപ്പോൾ എവിടെയാണോ പുക അവിടെ ചോറ് കിട്ടും നമുക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് പൊക്കോളൂ. എത്രയെത്ര ധൂമഹ തത്ര അഗ്നി എന്ന് നിയമമൊക്കെ ഭഗവാൻ പറഞ്ഞു. അവർ ചെന്നപ്പോൾ ബ്രാഹ്മണർ ഭൂമുഖപ്പടിമിൽ മുറുക്കി തുപ്പിയിരുന്ന് വർത്തമാനം പറയുക. പാളവിശ്ര കൊണ്ടൊക്കെ വീശി, ഞങ്ങൾക്ക് ഇത്തിരി ചോറ് തരണം, ഗോപന്മാരാണ്, വിശന്നിട്ട് വയ്യ.
കേട്ടു തന്നെ അടിച്ചില്ല. അപ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ പാട്ട് അല്ല വാക്കോ ഉപയോഗിക്കില്ല, കന്നാരി ചെക്കന്മാർ അന്ന് ചോദിച്ചാൽ ചോറ് കൊടുക്കാതിരിക്കുക നമ്മൾ ബ്രാഹ്മണർ ആദ്യന്മാർ. എന്തിന്? അവർക്ക് നിരാശയായി ഭഗവാനോട് ചെന്ന് പറഞ്ഞു, നിങ്ങൾ ബ്രാഹ്മണരോട് ചോദിച്ചിട്ടാ, അപ്പുറത്ത് ബ്രാഹ്മണ സ്ത്രീകളുണ്ട്, അവർ തരും. നമോ വോ വിപ്രപത്നീഭ്യ. ഗോപന്മാർ ചെന്ന് ബ്രാഹ്മണ സ്ത്രീകൾക്ക് നമസ്കാരം എന്ന് പറഞ്ഞപ്പോൾ ആരാത്? അയ്യോ, കൃഷ്ണനെ കാണാൻ കൊതിച്ച് കൃഷ്ണൻ്റെ പാട്ടും പാടിയിരിക്കുന്നത് നമുക്ക് തിരിച്ചിരുമുടി വെച്ച് ഗോപിക്കുരിയും തൊട്ടുള്ള അനവധി കൃഷ്ണന്മാർ ഒരുമിച്ച് വന്നു എന്ന് അവർക്ക് അപ്പം തോന്നി. അപ്പോൾ വേഗം അവർ ചോറും പാത്രങ്ങളുമായിട്ട് പുറപ്പെട്ടപ്പോൾ ബ്രാഹ്മണർ വന്ന് തടുക്കാതെന്നൊരു സംശയം ഉണ്ടായില്ല. ഞങ്ങൾ വെച്ചുണ്ടാക്കിയ ചോറും കറികളാണെങ്കിൽ ഞങ്ങളത് കൊണ്ടുപോകും എന്നുള്ള മട്ടിൽ അവരെ തടുത്ത പുരുഷന്മാരുടെ കൈകളൊക്കെ തട്ടി മാറ്റി ആ വിപ്ലവകാരിണികൾ എന്ന് പറയുക ആ സ്ത്രീകൾ ധൈര്യമായിട്ട് പുറപ്പെട്ടു ഭഗവാനെ കണ്ട്. നമ്മുടെ കേരളത്തിലും പറയാറുണ്ട്, ഇങ്ങനെ ചില വിപ്ലവങ്ങൾ ഭഗവാൻ സജ്ജനങ്ങളെ കൊണ്ട് പലയിടത്തും ചെയ്യിച്ചിട്ടാണ് ഭാഗവതം വായിക്കുന്ന സ്ഥലത്തേക്കൊക്കെ ഭക്തശിരോമണി വാഴകുന്നം പറയാറുണ്ട്. അത്രേ തിരുവുള്ളക്കാവിലും പെരുമനത്തും ഗുരുവായൂരും ഒക്കെ സ്ത്രീകൾ വായനയ്ക്ക് പോണേനെ കായനയേക്കാൻ പോണേനെ അവരും ഇവരൊക്കെ ഇരുന്ന് പെറുക്കും. നേരിട്ട് പറയാൻ ആർക്കും സംശയമില്ല. അങ്ങനെയാണ് ആദ്യമായിട്ട് സ്ത്രീകൾ, പ്രത്യേകിച്ചും അന്തഃപുരത്തിലെ അന്തർജനങ്ങളെ ബ്രാഹ്മണ സ്ത്രീകൾ വാഴകുന്നിൻ്റെ വായന കേൾക്കാൻ പോയത് എന്നൊക്കെ അച്ഛനും രാധയുടെ അച്ഛനും ഒക്കെ പറയാറുണ്ട്, തട്ടൂരും പുരിപ്പാടൊക്കെ. അപ്പോൾ ആ വക സംസ്കാരങ്ങൾ നമ്മുടെ നാട്ടിൽ വന്ന ലോകർക്കുള്ള മാറ്റം, ജനങ്ങളൊക്കെ വിപ്ലവം എന്ന് നമ്മൾ പറയും. വിപ്ലവം എന്നുള്ള വാക്കിന് ശരിക്കർത്ഥം നാശം എന്നാണ്. അപ്പോൾ അത് ആ നാശമല്ല, അതിൽ നിന്ന് ഉണ്ടാവേണ്ടുന്നതായ നല്ല ഫലമാണ്. അതാണ് ഇവിടെ കാണിച്ചു തന്നത് എന്നർത്ഥം. ബ്രാഹ്മണ സ്ത്രീകൾ ഭഗവാനെ കണ്ട് അവിടുത്തെ അനുഗ്രഹം മേടിച്ചു പോന്നു. ഇവിടെ വന്നപ്പോൾ അനവധി വറ്റിൽ നിന്ന് ഒരു വറ്റെടുത്ത് വേവ് നോക്കാറുണ്ട്. എല്ലാ വറ്റും എടുത്ത് വേവ് നോക്കണം എന്ന് ആരും ഇന്നേ വരെ പറഞ്ഞു കേട്ടിട്ടില്ല. അതുപോലെ അവരുടെ ഭക്തി കാണിക്കാൻ ഒരമ്മ കൃഷ്ണാന്നും പറഞ്ഞ് ഇവിടെ വീണ് നമസ്കരിച്ചു, പിന്നെ കണ്ണു തുറന്നിട്ടില്ല. ബ്രാഹ്മണരെല്ലാവരും കൂടി പിടിച്ചകത്ത് കൊണ്ടുവന്നിട്ട് പൂട്ടിയതാ. ആ അമ്മ ഇല്ല, ആ അമ്മ ഭഗവാനിൽ ചേർന്നു. അപ്പോൾ ബ്രാഹ്മണർക്ക് മറ്റുള്ള ബ്രാഹ്മണ സ്ത്രീകൾ ഭഗവാനെ കണ്ട് അനുഗ്രഹം മേടിച്ചു വന്നപ്പോഴേക്കും ആകെ മനസ്സ് പരിവർത്തനം വന്നു. കൃഷ്ണനെ തീർച്ചയായിട്ടും ഈശ്വരനായിട്ട് കണ്ട് മാനിക്കണം എന്നവർക്ക് തോന്നിയില്ല. അതിന് ഒരു മാറ്റം വരുത്തി എന്നർത്ഥം. അപ്പോൾ ഭഗവാന്റെ ഗോപസ്ത്രീകളുടെ അനുഗ്രഹം ഈ സ്ത്രീകൾക്കും കൂടി, ബ്രാഹ്മണ സ്ത്രീകൾക്കും കൂടി കിട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് ആ കഥ എടുത്തു പറഞ്ഞത് എന്നർത്ഥം. അപ്പോൾ ബ്രാഹ്മണ സ്ത്രീകൾക്ക് കിട്ടിയ അനുഗ്രഹം ദേവേന്ദ്രന് കിട്ടാത്ത ഒരനുഗ്രഹമാണ്. ദേവേന്ദ്രന് ഒരിക്കലും ബ്രാഹ്മണ സ്ത്രീകൾക്ക് ഭഗവാൻ കൃഷ്ണൻ അനുഗ്രഹം കൊടുത്തുവിടുമെന്ന് തോന്നിയിട്ടില്ല. ബ്രാഹ്മണന്മാർ ചെയ്തതാ ശരി, തന്നെ മാനിക്കേണ്ട ബ്രാഹ്മണർ കൃഷ്ണനെ അവഗണിച്ചു എന്നാ ദേവേന്ദ്രന് അഹങ്കാരം തോന്നിയത്. അപ്പോൾ സാക്ഷാൽ ദേവേന്ദ്രൻ അവരോട് അത് പറഞ്ഞ് തിരുത്തി കൊടുക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. അതുകൊണ്ട് ദേവേന്ദ്രന് യാഗം കൊടുക്കാൻ നന്ദഗോപൻ തയ്യാറായപ്പോൾ ഭഗവാൻ പറഞ്ഞു, അച്ഛാ, ദേവേന്ദ്രന് യാഗം ചെയ്യാൻ പാടില്ല. നമ്മുടെ രക്ഷിതാവ് ഗോവർദ്ധന പർവ്വതമാണ്, അതുകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തിന് യാഗം ചെയ്യാം, അല്ലാണ്ട് വേണ്ട എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ ഗോവർദ്ധന പർവ്വതത്തിന് യാഗം ചെയ്തു നന്ദഗോപുരം. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞാൽ അതിനപ്പുറത്തില്ല. ഗർഗം പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേവേന്ദ്രൻ തോറ്റു, പർവ്വതം വിജയിച്ചു. ഗോവർദ്ധനത്തെ ഭഗവാൻ ചെറുവിരലിൽ പൊക്കിപ്പിടിച്ചു. ദേവേന്ദ്രൻ മഴ പെയ്യിച്ച് ഒക്കെപ്പാടെ ഞാൻ ഒഴുക്കും എന്നൊക്കെ അഹങ്കാരം പറഞ്ഞെങ്കിലും ദേവേന്ദ്രൻ്റെ കണ്ണുന്നാണ് പിന്നെ കണ്ണീരൊഴുകിയത്. മല ദേവേന്ദ്രൻ്റെ ശത്രുവാണ്. ആ ശത്രുവിനെയാണ് ഭഗവാൻ ഉയർത്തിപ്പിടിച്ചത്. ദേവേന്ദ്രൻ വന്ന് കാക്കൽ വീണപ്പോഴോ ഭഗവാൻ എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തു. പർവ്വതം താഴെ വെച്ച ഭഗവാൻ ദേവേന്ദ്രനും അതേപോലെ സുരഭിദേവിയും കൂടി വന്ന ആ നടത്തിയ പാലഭിഷേകത്തിന് വിധേയനായി. അതാണ് ഗോവിന്ദാഭിഷേകം വളരെ വിസ്തരിച്ച് ഭാഗവതത്തിൽ പറഞ്ഞത്. ഈ ഗോവിന്ദാഭിഷേകം നടത്തിയതുപോലെയാണ് നന്ദഗോപുര കാട്ടിലേക്ക് അംബികാവനത്തിൽ പോയി അവിടെ അതിഗംഭീരമായ കാട്ടിലെ ദേവീ പൂജയൊക്കെ നടത്തി അന്ന് അവിടെ താമസിച്ചപ്പോൾ കാലിൽ പിടിച്ച പാമ്പിനെ ഭഗവാൻ വന്ന് തൊട്ടത്. അപ്പോൾ അത് പാമ്പല്ലാണ്ടായി. നന്ദഗോപരെ സ്തുതിച്ചു, ഭഗവാനെയും സ്തുതിച്ചു പോയി. ഭഗവാന് പിന്നെ
വളരെയധികം കാട്ടിൽ നിന്നുള്ള ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഓരോന്നുണ്ടാവാറുണ്ട്. അതൊക്കെ പൊതുവെ പറഞ്ഞു. ഭഗവത് എപ്പോഴും ഭഗവാനെക്കുറിച്ച് പാട്ടുപാടിക്കൊണ്ട് നടക്കുകയാണ്. അവിടുത്തെയോട് കൂടെ ലീലകളാടാൻ അവർക്ക് മോഹമുണ്ട്. ഭഗവാൻ അതാണ് പിന്നെ രാസലീല എന്ന പഞ്ചാധ്യായി അതുകൊണ്ട് കാണിച്ചു കൊടുത്തത്. ഓടക്കുഴൽ വിളിച്ച് തൻ്റെ അടുത്ത് വന്ന ഗോപികളോട് എന്താ നിങ്ങൾ വന്നതെന്ന് ഒന്നും അറിയാത്ത പോലെ ചോദിച്ച ഭഗവാൻ അവരോട് പറയേ, എന്ത് നിങ്ങളൊക്കെ വേഗം ഇവിടുന്ന് പോകണം, നിങ്ങളൊക്കെ വേണ്ടുന്നത് ഭർത്താക്കന്മാരും കുട്ടികളും എല്ലാവരും അവിടെ ഉണ്ടല്ലോ, അതൊക്കെ വിട്ട് സന്ധ്യയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താ? അവർ ഗോപികൾ പറഞ്ഞു, ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ വന്നു, ഇപ്പം പോകണമെന്ന് പറയുകയാണോ? ഞങ്ങൾ പോവില്ല. പാദവും പദം ചലതസ്തവ പാദമൂല യാമക്കഥം വ്രജം. ഇത് നമുക്ക് ഗുരുവായൂരപ്പനോട് പറയാറായിട്ടുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കണം. അതിനാണ് ഗോപികളുടെ ആ വാക്ക് ഇവിടെ പ്രത്യേകം പറഞ്ഞത്. ഭഗവാൻ ചിരിച്ചു കൊണ്ടുവന്ന് അവരൊക്കെ ഓരോരുത്തർക്കും ഓരോ കൃഷ്ണനായിട്ട് നിന്ന് ലീലകളാടി. അപ്പം അവർക്കും ആത്മാനം വേണിര കൃഷ്ണൻ ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെയൊക്കെ കേൾക്കും. നമ്മുടെ സന്തോഷമാണ് കൃഷ്ണന് വലുത് എന്നൊക്കെ തോന്നി. കൃതാർത്ഥത എന്ന് പറയണത് അഹങ്കാരമായിട്ട് മാറിയാൽ ഭഗവാൻ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങോട്ട് കാണാതായി. കാട് മുഴുവനും അവർ തിരഞ്ഞു നടന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആ ജയതിതയധികം ജന്മനാം വ്രജ എന്നുള്ള ഗോപികാ ഗീതം അവർ ഭഗവാനെ പാടി കേൾപ്പിച്ചു. ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട്, ഞാനെങ്കിലും പോയിട്ടില്ല, നിങ്ങളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ കൃഷ്ണനായിട്ട് ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടുത്തി തരാം. അതാണ് പിന്നത്തെ അതിഗംഭീരമായ രാസലീല വർണ്ണനം. രാസലീല കഴിഞ്ഞ് പിന്നെ ഭഗവാന് വളരെ പ്രസിദ്ധമായ വധങ്ങൾ അനവധി പ്രളംബക ചാണൂര തൃണാവൃത്ത മഹാശനി മുഷ്ടികാരിഷ്ട ദ്വിവിധ പൂതന കേശി ധേനുകൈഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ധേനുകാസുരൻ്റെയും പ്രളംബാസുരൻ്റെയും വധങ്ങളൊക്കെയാണ് പറഞ്ഞത്. വധങ്ങളാണ് ഇതിനു മുമ്പ് പറഞ്ഞത്. ഇപ്പോൾ അരിഷ്ടാസുരൻ, കേശി തുടങ്ങിയവരെ കൊന്ന കഥകളും കൂടി പറഞ്ഞു. നാരദം വന്ന് പറഞ്ഞു, ഇവിടുന്ന് ഇങ്ങനെ ലീലകളാടി 6-7 വയസ്സ് കഴിഞ്ഞു, 12ാമത്തെ വയസ്സാകുമ്പോഴേക്കും ഇവിടത്തേക്ക് അങ്ങോട്ട് പോകേണ്ടതല്ലേ, ഇവിടെ ഇങ്ങനെ ആടി നിന്നാൽ പറ്റില്ല, പുറപ്പെടുക. നാരദൻ 12ാം അധ്യായം നമ്മൾ വായിക്കൂലോ, ഭഗവാന്റെ കഥകളൊക്കെ പാടെ ചുരുക്കി ഒരധ്യായത്തിൽ. ഇതുപോലെ ഭഗവാന്റെ വരാൻ പോകുന്ന കഥകളൊക്കെ പാടെ നാരദൻ ചുരുക്കി ഭഗവാനെ കേൾപ്പിച്ചു. ഇതൊക്കെ ഇവിടത്തേക്ക് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് വേഗം പുറപ്പെടുക. ഞാൻ കംസനെ പറഞ്ഞ് ഉത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. കംസൻ അക്രൂരനെ ഇങ്ങോട്ട് പറഞ്ഞയക്കും. അപ്പോൾ അക്രൂരൻ്റെ ഒപ്പം രാമകൃഷ്ണന്മാർ വന്നാൽ, ആ അക്രൂരവധം അവിടെ വന്നാൽ അക്രൂരന് മനസ്സിലായതുപോലെ കംസനും മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ദേവകീ വസുദേവന്മാരെ ജയിലിട്ട കംസനെ കൊന്ന് ഉഗ്രസേനെ രാജാവാക്കിയാൽ അവിടുത്തേക്ക് ഭക്തന്മാരുടെ കാര്യം നടത്തി ഓടി നടക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടും. രാജ്യഭാരം അദ്ദേഹം ചെയ്തോളൂലോ. ഭഗവാൻ മന്ത്രി എന്ന മട്ടിൽ അവിടുത്തെ ഒരു ഉപദേശകനായിട്ട് നിന്നാൽ മതി. നാരദൻ പറഞ്ഞ സകല കാര്യങ്ങളും ഇവിടെ അധ്യായങ്ങളിൽ കാണാം. പിന്നെ പറഞ്ഞ പോലെ ഭഗവാൻ ചെന്ന് മധുരയിൽ ചെന്ന് കുവലയാപീഠത്തിനെ കൊന്ന് ആ വൃത്തികെട്ട സ്വരൂപമായിട്ട് ഭഗവാന്റെ മുമ്പിൽ കൂലിപ്പെണ്ണായിട്ട് വന്ന് കളഭം കൊടുത്ത ദേവിയെ അനുഗ്രഹിച്ച് അതിസുന്ദരിയാക്കി അവരുടെ ഗൃഹത്തിലേക്ക് വരാമെന്ന് പറഞ്ഞ് ചെന്നു. പിന്നെ കുവലയാപീഠത്തിനെ കൊന്ന ഭഗവാൻ കംസനെയും കൊന്ന് ഭരണമൊക്കെ ഭംഗിയാക്കി. ദേവകീ വസുദേവന്മാർക്ക് രാജാവാവണ്ട, ഉഗ്രസേനെ രാജാവാക്കി. ഭഗവാൻ പറഞ്ഞു, അവിടുത്തെ 2 വശത്തും രാമകൃഷ്ണന്മാരുണ്ടാവും, അവിടുത്തേക്ക് എന്ത് വേണമെങ്കിൽ ഞങ്ങളോട് കൽപ്പിക്കാം, എന്തും ഞങ്ങൾ നടത്തിത്തരും. ഞാൻ വേണ്ട കൃഷ്ണ എന്നൊക്കെ പറഞ്ഞു നോക്കിയല്ല, ഇവിടുന്ന് തന്നെ വേണം. അങ്ങനെ മധുരയിലെ ഭരണം നേരെയാക്കി. അച്ഛനമ്മമാർക്ക് പണ്ട് നഷ്ടപ്പെട്ട കുട്ടികളെ കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഭാഗവതത്തിൻ്റെ ആ സന്താനഗോപാലം എന്ന കഥയോടടുത്ത് നമുക്ക് കേൾക്കാം. ഇപ്പോൾ അച്ഛനെയും അമ്മയും ഒക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവിടുന്ന് നിൽക്കുമ്പോഴാണ് ഉദ്ധവനെ വൃന്ദാവനത്തിലേക്ക് അയക്കാൻ ഭഗവാൻ നിശ്ചയിച്ചത്. ഉദ്ധവൻ വൃന്ദാവനത്തിൽ ചെന്ന് ഗോപീഗോപാലന്മാരെ കണ്ടു. ആദ്യം യശോദ നന്ദഗോപന്മാരെ കണ്ടു. യശോദ കണ്ണുനീരോടെ നന്ദഗോപരോടുകൂടെ ഉദ്ധവനെ സ്വീകരിച്ചു. അന്ന് രാത്രി മുഴുവനും ഉദ്ധവൻ കൃഷ്ണകഥകൾ ആ അമ്മയും അച്ഛനും പാടി കേൾപ്പിക്കൽ തന്നെയായിരുന്നു. യശോദാവർണ്യമാനാനി പുത്രസ്യ ചരിതാനി ച ശൃണ്വന്ത്യശൃണ്യവാസ്ത്രാക്ഷിയിൽ സ്നേഹസ്നുതപയോധര. കൃഷ്ണൻ്റെ ഓരോ കാര്യം പറയുമ്പോഴേക്കും അവൻ വലുതായി, വലിയ ആളായി, കംസനെ കൊന്നു, കേമനായി എന്നോ കുലയാപീഠത്തിനെ കൊന്നു എന്നൊന്നും അല്ല തോന്നുന്നത്.
തൻ്റെ മടിയിലിരുന്ന് അമ്മിഞ്ഞ കുടിക്കണ, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഏകത, അമ്മിഞ്ഞ കുടിക്കുന്ന ആ ഉണ്ണിക്കണ്ണനായിട്ട് യശോദയ്ക്ക് എപ്പോഴും ഓർമ്മ. അത് പറയുകയും ചെയ്തു, നിങ്ങളൊക്കെ കൃഷ്ണനെ എത്ര വലിയ കേമനായിട്ട് പറഞ്ഞാലും എനിക്ക് ഇതാ ഇവിടെ അച്ഛന് നന്ദഗോപർക്കും ഞങ്ങളുടെ ഉണ്ണിയായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. ഉദ്ധവൻ പറഞ്ഞു, അതാണ് ഭാഗ്യം. അങ്ങനെ ശ്രീകൃഷ്ണനെ എടുത്തു വളർത്തി ലോകത്തിന് കൊടുത്ത അച്ഛനും അമ്മയും എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ വന്ദിക്കാൻ വന്നതാണ് ഞാൻ. അവരുടെ സന്തോഷം നിറഞ്ഞ വാക്കുകളോടെ ഗോപിഗോപാലന്മാരോടും കൂടി അന്ന് അനവധി ദിവസം മാസങ്ങളോളം താമസിച്ച ഉദ്ധവൻ അവർക്ക് ആർക്കും ഇനി ദുഃഖല്യ മനസ്സോ വൃത്തയോ നസ്യു കൃഷ്ണപാദാംബുജാശ്രയാഹ. ഞങ്ങൾക്ക് എന്നും കൃഷ്ണനെ പറ്റി പറയാനും കേൾക്കാനും സ്മരിക്കാനും ഇടയായാ മതി. വാചോഭിധായിനീർനാം, അതാണ് അവർ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന നമുക്കും ഇവിടെ ഭാഗവതത്തിലൂടെ ഭഗവാന്റെ മുമ്പിൽ സജ്ജനങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ സ്മരണയും ഒക്കെ ഭാഗവതപരങ്ങളാവണം, ഭഗവത്പരങ്ങളാവണം എന്ന് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണു